കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് ഇതിലെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. പിന്നെ IT മെയിലിലേക്ക് പിന്നെ ഒരാളുടെ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ക്രാക്ക് സോഫ്റ്റ്വെയറുകളൊന്നും എന്ത് ചെയ്യരുത്, അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മെയിൽ വിട്ടിരുന്നു, അത് ക്രാക്ക് അല്ല കേട്ടോ, അതിന്റെ പിന്നെ ഒറിജിനൽ തന്നെയാണ്. പഴയ വേർഷനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. പുതിയതിന്റെ പിന്നെ ആക്ടിവേഷൻ സംവിധാനം അതിന്റെ കോഡൊന്നും അല്ല വിട്ടിട്ടുള്ളത് എന്ന് അറിയിക്കുന്നു. എന്തായാലും പിന്നെ ഇൻഷാല്ലാ IT സംബന്ധമായിട്ടുള്ള ക്ലാസ് അല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മള് ഒരുപാട് IT ഉസ്താദ്മാർ ഇവിടെ ഉണ്ട്. ആറങ്ങണ്ട് ഉണ്ട്, ലസ് തൃശ്ശൂർ ഉണ്ട്, MP അരീക്കോട് ഉണ്ട്, അതുപോലെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതൊന്ന് സംശയമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ മൈക്കിൽ വരും. ഓക്കെ 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 ലിയാസ് ഭായ്. പിന്നെ ഓക്കെ ഇൻഷാല്ലാ, നിങ്ങൾ പോവൊന്നും വേണ്ട ലിയാസ് ഭായ്, റൂമിൽ നിന്ന് പോവൊന്നും വേണ്ട, നിങ്ങളവിടെ ഇരുന്നോളി, PM ഒന്നും വരില്ല. നമ്മുടെ ആൻഡ്രോയിഡ് റേഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇല്ല. അതിൽ പല ആൾക്കാർക്കും എപ്പോഴും ക്ലാസ് റൂം കേൾക്കുന്ന സമയത്ത് ആൻഡ്രോയിഡിനകത്ത് റേഡിയോ വർക്ക് ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ റൂമിൽ നടക്കുന്നതല്ല റേഡിയോയിലൂടെ കേൾക്കുന്നത്, കഴിഞ്ഞു പോയ പ്രോഗ്രാമാണ് കേൾക്കുന്നില്ല, ഇന്നലെ നടന്ന പ്രോഗ്രാമാണ് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്യാറുണ്ട്, PMകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരം ആളുകൾ ആരെങ്കിലും അത്തരം പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഇപ്പൊ നേരിടുന്നുണ്ടെങ്കിൽ അവര് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൻഡ്രോയിഡ് STVന്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് റേഡിയോ, STV ട്യൂബ്, STV വെബ് ഡൗൺലോഡ്, STV TV എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പിന്നെ ഓപ്ഷനുകൾ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് STV റേഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, നിങ്ങൾ ഇന്നിപ്പോ ഈ പ്രോഗ്രാം ഇപ്പൊ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അത് കേട്ടതിന് ശേഷം നിങ്ങൾ റേഡിയോ അത് സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് അതൊന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ റേഡിയോ ബാക്ക് അടിച്ച് ക്ലോസ് ആക്കി കഴിഞ്ഞാല് പിന്നീട് നിങ്ങൾ നാളെ ഇപ്പൊ 24 മണിക്കൂർ എത്ര സമയം കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും റേഡിയോ ഓപ്പൺ ചെയ്ത് നേരെ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പോൾ ഈ കേട്ടതിന്റെ ബാക്കി നിങ്ങൾക്ക് വീണ്ടും കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് നിർബന്ധമായിട്ട് STV റേഡിയോയിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ലെങ്കിൽ, പഴയ പ്രോഗ്രാമാണ് കേൾക്കുന്നത് എങ്കിൽ, ഇതിന് മുന്നേ കേട്ട് കഴിഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ റേഡിയോ ഒന്ന് സ്റ്റോപ്പ്, അതിനകത്ത് തന്നെ കാണാൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ബട്ടൺ കാണാം. സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം മാത്രമേ രണ്ടാമത് പ്ലേ ബട്ടൺ അടിച്ചെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പ്രോഗ്രാം നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ. മറ്റേത് സെർവറിനകത്ത് നിങ്ങൾ ആദ്യം എവിടെയാണോ കേട്ടുകൊണ്ടിരുന്നത് ആ ഭാഗം അവിടെ സേവ് ആയി പോകും. ഓക്കെ, പിന്നെ അതിന്റെ ബാക്കിയായിട്ട് നിങ്ങൾക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാ സുഹൃത്തുക്കളെ അറിയിക്കുന്നു. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കാണാം, അതിന്റെ താഴെയായിട്ട് പ്ലേ ബട്ടണും അതുപോലെ സ്റ്റോപ്പ് ബട്ടണും കാണാം. ഓക്കെ, പിന്നെ ക്വിസ് മത്സരം ആരെങ്കിലും നടത്തുന്നൊരു സുഹൃത്ത് പറയുന്നുണ്ട്. ക്വിസ് മത്സരം നടത്തുന്നതിന് ഉസ്താദ്മാരൊന്നും ഇപ്പൊ ലൈനിലില്ല എന്ന സുഹൃത്തിനെ അറിയിക്കുന്നു. എന്തായാലും ഒരു സുഹൃത്ത് റൈസാൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മൈക്കൂടുന്നു. അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ടോ തോന്നുന്നു, മൈക്കൂടാം. അസ്സലാമു അലൈക്കും. അസ്കർ ഭായി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഈ ID കളറാക്കാന് എന്റെ അടുത്തൊരു കാഷ്യൂ ഒരു കളർ കൂപ്പൺ ID ഉണ്ട്. പക്ഷെ ഞാനത് നോക്കിയിട്ട് ശരിയായി കിട്ടുന്നില്ല, അതെങ്ങനെയാണ് കളർ ID ആക്കാന്നുള്ളത്. കാഷ്യൂവിന്റെ ഒരു കൂപ്പൺ ഞാൻ വാങ്ങിയാണ്, പക്ഷെ ഏത് രൂപത്തിലാണ് അതിന്റെ വൗച്ചർ നമ്പർ എഴുതേണ്ടത്, എവിടെ പോയിട്ട് ഇതൊന്നും ശരിയായി കിട്ടുന്നില്ല. അതിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. ഓക്കെ, അതിന് കാഷ്യൂ റീചാർജ് കൂപ്പൺ നമ്മൾ വാങ്ങി കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് ഡയറക്റ്റ് നമ്മൾക്ക് ബൈലക്സിനകത്ത് കളർ ചെയ്യാൻ പറ്റില്ല. ആദ്യം കാഷ്യൂവിന്റെ സൈറ്റിൽ പോയിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡൊക്കെ വെച്ച് അതിനാവശ്യമായ ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് അക്കൗണ്ടിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. ആ കാഷ്യൂ അക്കൗണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു കാഷ്യൂ അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. നമ്മൾ ഇതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതിനകത്ത് ആ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിനകത്തുണ്ടാവും
കൂപ്പൺ റീചാർജിങ് ഉണ്ട്, ഓൺലൈൻ വഴി റീചാർജ് ചെയ്യുന്ന, ക്രെഡിറ്റ് കാർഡ് വെച്ച് റീചാർജ് ചെയ്യുന്ന 2-3 ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അതിലിപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ടുള്ള കൂപ്പണിനകത്തുള്ള നമ്പർ, അതിനകത്ത് കൂപ്പൺ റീചാർജ് സെലക്ട് ചെയ്തതിന് ശേഷം ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് അതിനകത്ത് കണ്ടിന്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ $10 കൂപ്പണാണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ $10 അതിനകത്ത് റീചാർജ് ആവും. അപ്പൊ അതിനകത്തായിരിക്കും നിങ്ങളുടെ ബാലൻസ് ഉണ്ടാവുക. പിന്നെ ബൈലക്സ് കളർ ചെയ്യുന്ന സമയത്ത് ക്യാഷു അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ക്യാഷു അക്കൗണ്ടിനകത്തുള്ള നിങ്ങളുടെ ക്യാഷു അക്കൗണ്ട് നമ്പർ, അതിനകത്തുള്ള അക്കൗണ്ട് നമ്പർ അതിന് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളെ യൂസർ നെയിമും ഇത് കാണുന്നതിന്റെ താഴെ തന്നെ ക്യാഷു അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ബൈലക്സിന്റെ സൈറ്റിൽ കൊടുക്കേണ്ടത്. അവിടെ ബൈലക്സിന്റെ സൈറ്റിൽ ആ അക്കൗണ്ട് നമ്പർ കൊടുത്തെങ്കിലേ നിങ്ങൾ ആ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് ബൈലക്സിലേക്ക് പോവുള്ളൂ. അതല്ലാതെ നമ്മൾ ക്യാഷുവിന്റെ കൂപ്പൺ റീചാർജ് കൂപ്പൺ വാങ്ങിയിട്ട് അതിനകത്തുള്ള കൂപ്പൺ നമ്പർ ബൈലക്സിനായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താലേ നമുക്ക് കളർ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ക്യാഷു അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷമേ പിന്നെ ഇത് റീചാർജ് ചെയ്യാം. പിന്നെ റീചാർജ് ചെയ്ത് നമ്മൾ അതിനകത്ത് നമ്മൾ കളറാക്കി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്, ഉബുണ്ടുവിൽ ബൈലക്സ് വർക്ക് ചെയ്യുമോ? ഇല്ല, ആ സുഹൃത്തിനോട് പറയുന്നു വർക്ക് ചെയ്യില്ല. ബൈലക്സ് വിൻഡോസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഉബുണ്ടുവിനകത്തോ ഒന്നും ആപ്പിളിന്റെ അകത്തൊന്നും എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. വിൻഡോസിൽ മാത്രമേ ബൈലക്സ് വർക്ക് ചെയ്യുള്ളൂ. ഉഗാണ്ടല്ല, ഉബുണ്ടു വേണ്ടാന്ന് അടിച്ച അറിയാത്ത അടിച്ചല്ല, നമുക്ക് കിട്ടുന്ന പണിതാണ്. അപ്പൊ ക്യാഷു അക്കൗണ്ട് പിന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, www.cashew.com ആണെന്ന് തോന്നുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് അതിന്റെ പിന്നെ സൈറ്റ് ലിങ്ക് ഇപ്പൊ തരാമെന്നല്ലേ. ബഷീർക്കൊന്ന് ആ സൈറ്റ് ലിങ്ക്, ക്യാഷുവിന്റെ സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്ക് ഒന്ന് കൊടുത്താൽ ഉപകാരമായിരുന്നു. ഓക്കെ, മൈക്കൂട്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? എന്റെ സംശയം എന്താ വെച്ചാൽ ആ സൗണ്ട് എഡിറ്റർ ഒരു സോഫ്റ്റ്വെയർ ഗ്രൂപ്പ് മെയിലൂടെ വന്നിരുന്നേ, അത് ഇൻസ്റ്റാൾ ചെയ്തു, പക്ഷെ അത് രജിസ്റ്റർ ആവുന്നില്ല. അത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഇല്ലായിരുന്നോ? ഒരു ഡൗൺലോഡ് ലിങ്ക് ഉണ്ടായിരുന്നല്ലോ. ഇല്ല, അതിനകത്തൊരു ലിങ്കും കാണുന്നുണ്ടാവും, മുജീബ്. ഓക്കെ, ആ ലിങ്കിൽ നിന്ന് തന്നെ അത് ഡൗൺലോഡ് ചെയ്യണം. അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റ് പിന്നെ NCHന്റെ സൗണ്ട് എഡിറ്റർ സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ന്യൂ വേർഷനാ കിട്ടുക. അതിനകത്ത് അത് രജിസ്റ്റർ ആവില്ല. പിന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിന് എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അതിനകത്തുള്ള ആ ലിങ്കിൽ നിന്ന് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് പുതിയ വേർഷന്റെ ക്രാക്ക് അല്ല, പഴയ വേർഷൻ തന്നെയാണ്. പക്ഷെ പഴയത് ഒറിജിനൽ ആയിട്ട് പിന്നെ അതിന്റെ അപ്ഡേഷൻ, ഓട്ടോമാറ്റിക് അപ്ഡേഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്തിടണം. ഓക്കെ, ഒരു ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം പുതിയതായിട്ട് വന്നതിൽ വേറെ ഒരുപാട് ഫെസിലിറ്റീസുകൾ ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. അതൊന്നും അതിനകത്ത് കിട്ടില്ല. പക്ഷെ എങ്കിൽ കൂടി ഒരാൾക്ക്, ഒരു സാധാരണക്കാരന് ഓഡിയോ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്തുണ്ട്. ഓക്കെ, മൈക്കുട്ടി, ഈ മൈക്ക് എടുക്കുന്ന സമയത്ത് ഇത്രയും ഈ ഭൂ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സൗണ്ട് വരുന്നവരെ അത് കൂടുതൽ നിങ്ങളെ ചാർജറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത്തരം മൈക്ക് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആ ചാർജർ സിസ്റ്റത്തിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം മൈക്ക് എടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ സൗണ്ട് കേൾക്കുന്നതാണ് എന്നറിയിക്കുന്നു. അത്തരത്തിൽ ആർക്കെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ചാർജർ ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക, അതിനുശേഷം മൈക്ക് എടുക്കുക. മൈക്ക് എടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വീണ്ടും ചാർജർ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മൈക്കോട്ട്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഡിസ്പ്ലേയിൽ മലയാളത്തിൽ എഴുതാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? മലയാളത്തിൽ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഈ ഡിസ്പ്ലേയിൽ അറബി, മലയാളം അങ്ങനെയെല്ലാം എഴുതിയിട്ട് കാണുന്നുണ്ട്. എനിക്കാവുന്നില്ല, എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ ആവുന്നുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് വിവരിച്ചു തന്നാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റം വിൻഡോസ് ഏതാന്ന് പറയോ? XP ആണോ 7 ആണോ ഏതോ യൂസ് ചെയ്യുന്നത്? വിൻഡോസ് 8. ഓക്കെ, വിൻഡോസ് 8 ആണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഇൻപുട്ട് ടൈപ്പിംഗ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ
ഒരു മിനിറ്റ്. ഗൂഗിൾ. ഓക്കെ ഗൂഗിളിന്റെ അതുപോലെ ഇൻപുട്ട് ടൂൾസ് യൂസ് ചെയ്യാം. ഗൂഗിളിന്റെ അതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മൈക്രോസോഫ്റ്റിന്റെ തന്നെ ലിങ്കിനകത്ത് പോവുക, ഈ ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ പബ്ലിക്കിൽ അടിച്ചിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു ഇൻപുട്ട് ടൂൾസ് നിങ്ങൾക്ക് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് 8 വിൻഡോസ് 7 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ കീബോർഡിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, മലയാളം ലാംഗ്വേജ് കൊണ്ടുവരണം. അതിന് നിങ്ങൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. റീജിയണൽ ആൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് കീബോർഡ് ആൻഡ് ലാംഗ്വേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനകത്ത് ചേഞ്ച് കീബോർഡ് എന്നുള്ളത് ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വിൻഡോക്കകത്ത് ആഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് എന്തുണ്ടാവും, മലയാളമൊക്കെ അവിടെ കാണാൻ സാധിക്കും. മലയാളം, അറബി, ഇംഗ്ലീഷ് എല്ലാം കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുത്തു കഴിയുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്തത് അതിനകത്ത് ഒരു ബ്ലാങ്ക് ഏരിയക്കകത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത ലാംഗ്വേജുകളൊക്കെ അവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സുഹൃത്തിനെ അറിയിക്കുന്നു. കൂടുതൽ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയണമെങ്കിൽ യൂട്യൂബിനകത്ത് സുന്നി ഗ്ലോബൽ വോയിസിന്റെ ക്ലാസ് റൂം എന്ന് സെർച്ച് ചെയ്താൽ മതി. അതിനകത്ത് കഴിഞ്ഞ 2-3 IT ക്ലാസ്സുകളിൽ MPL അരീക്കോടും അതുപോലെ ജാറങ്കണ്ടിയും ഇതെങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നത്, ഗൂഗിൾ ഇൻപുട്ട് ഉപയോഗിച്ചിട്ടും ഈ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടും ചെയ്യുന്നത് എങ്ങനെയെന്നതിന്റെ വിശദമായിട്ട് തന്നെ വിശദീകരിക്കുന്ന IT ക്ലാസ്സുകൾ കഴിഞ്ഞു പോയത് യൂട്യൂബിനകത്തുണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഏതെങ്കിലും അഡ്മിന്മാർക്ക് അബൂറഫൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് PM ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് അവർ നൽകുന്നതാണ്. ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് ഒന്ന് ശരിയാക്കി തരാൻ മാസ്റ്റോട് എത്രയോ കാലമായി പറയുന്നു. ഇപ്പൊ ക്ലിയർ ഉണ്ടോ സൗണ്ട്? മാഷ് ഭയങ്കര തിരക്കായതുകൊണ്ട് ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഞാൻ ചാർജറാണ് ഊരിയോണ്ട്, അതായിരുന്നു പ്രശ്നം എന്നറിയാൻ വേണ്ടിട്ട്. മറ്റേ മാസ്റ്ററും ഉണ്ട്, അസിസ്റ്റന്റ് മാസ്റ്ററും അങ്ങനെ തന്നെയാണ്. ഇറങ്ങേണ്ടിയാണ്. മൂപ്പര് വച്ച് നോക്കി ഞാൻ പിന്നെ നോക്കാന്നും പറഞ്ഞു പോയാ. ക്ലിയർ ഉണ്ടപ്പോ ഉണ്ടില്ലാന്നോ. അപ്പൊ ഞാൻ ചാർജർ ഊരിയ ചാർജറിന്റെ പ്രശ്നമാണെന്ന് മൂപ്പര് പറഞ്ഞപ്പോ ഒരു ഡൗട്ട്. അപ്പൊ എങ്ങനെയുണ്ട്? ചാർജർ ഊരി ക്ലിയർ ഉണ്ടോ? ഹലോ, ഇപ്പൊ ക്ലിയർ ഉണ്ടാവില്ല. ഓരല്ലേ അസിസ്റ്റന്റ് അതിലേക്ക് പോവാ, നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് റെഡിയാക്കി. അല്ല മാസ്റ്റർ ചെയ്യാനുള്ളത് ഈ നല്ല സ്പീഡിൽ പറയുമ്പോ പുതിയ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. കുറച്ച് മെല്ലെ മെല്ലെ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. നമ്പർ ഇട്ടിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം. ഓരോരോ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് നോട്ട് വെക്കാനോ എഴുതി വെക്കാനോ ഉള്ള ഒരു ഗ്യാപ്പ് കിട്ടും. അല്ലാതെ നിങ്ങള് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണല്ലോ. നിങ്ങള് സ്പീഡിൽ പറയുമ്പോ പ്രത്യേകിച്ച് ഉസ്താദ്മാരൊക്കെയാണ് പിന്നെ ഇതിലുണ്ടാവുക. അപ്പം നിങ്ങളത്ര കഴിവുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ, പിന്നെ നമ്മൾ പറഞ്ഞാൽ മതി അഡ്മിന്മാരെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞെടുത്തിട്ട് പിന്നെ അഡ്മിന്മാരെ ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ മലയാളത്തിൽ ആക്കാൻ പറഞ്ഞത് ആ ഉസ്താദിന് മനസ്സിലായിണ്ടാവില്ല. എനിക്ക് ഈ ഉസ്താദ് അതുകൊണ്ട് വേറെ നിൽക്കുന്ന ഇന്നലെ രാത്രി വെട്ടി ഞങ്ങള് അതൊക്കെ മൂപ്പർക്ക് അത് തന്നെയാണ് പറയുന്നത്. നല്ല കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുള്ള അവസരം. അപ്പൊ എന്റെ സൗണ്ട് മാസ്റ്ററൊന്നും വാങ്ങി തരണം ഫ്രീ ആവുന്ന സമയത്ത്. വേറെ ഒരുപാട് ആൾക്കാർ മൈക്കിനുണ്ട് കാത്തിക്കുന്നു. അപ്പൊ ഉസ്താദ് മാഷ് ശ്രദ്ധിക്കേണ്ടി വന്നത് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പറഞ്ഞിരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ ആരും ചെയ്യേണ്ട വർക്കുകൾ പിന്നെ അതൊന്നും എടുത്തത് ഇന്ന് പിന്നെ ചോദിക്കുകയും വേണം. ഇന്നലെ എടുത്ത് പഠിച്ചിട്ട് വരാനും പറയണം. അപ്പൊ അത് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ പഠിക്കാൻ താല്പര്യമുള്ളവര് അത് പഠിച്ചിട്ടുണ്ടോന്നും കൂടി മാസ്റ്റർ അറിഞ്ഞിട്ട് അങ്ങനെ പ്രോഗ്രസ് ആയിട്ട് പോകണം ക്ലാസ് എന്നുള്ള അഭിപ്രായമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ കുറച്ച് റിപ്പീറ്റ് ഉണ്ടാവട്ടെ, കേൾക്കുന്ന പ്രശ്നമാക്കണ്ട. അബൂബക്കർക്ക് നിങ്ങൾ ചാർജർ അല്ല ഡിസ്കണക്ട് ചെയ്യേണ്ടത്, നിങ്ങളെ മൈക്കാണ് ആദ്യം ഡിസ്കണക്ട് ചെയ്യേണ്ടത്. നിങ്ങളെ ചാർജറിന്റെ അല്ല പ്രശ്നം, മൈക്കാണ് പ്രശ്നം. അപ്പൊ അത് ആദ്യം ഒന്ന് മൈക്കൊന്ന് മാറ്റിയിട്ട് പിന്നെ എന്ത് ചെയ്യുക, നല്ലൊരു മൈക്കൊക്കെ കണക്ട് ചെയ്യുക. പിന്നെ ഇപ്പൊ നിങ്ങൾ പറയുന്നത് അല്ലായിരുന്നു ക്ലിയർ ഉണ്ടായിരുന്നു, നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വേറെ ആരോ സംസാരിക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ കേൾക്കുന്നുണ്ടായിരുന്നു ഇല്ലേ? അബൂബക്കർക്കൊക്കെ പറയുന്നതിനെക്കാട്ടും വ്യക്തമായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആരോ ഒരാളുടെ ശബ്ദം ഞങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കേട്ടിരുന്നത്. അപ്പൊ കൂടുതൽ പേര് നിങ്ങൾ പറയുന്ന അല്ല എന്താന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആരോ എന്തോ വർത്താനം പറയുന്നതാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പൊ മൈക്ക് നല്ലത് ഒന്ന് വാങ്ങുക. ഈ മൈക്ക് നല്ലത് വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരുപാട് ആൾക്കാർ നല്ല ഒരുപാട് 50 ദിറംസില് റിയാലില് 60 റിയാലൊക്കെ കൊടുത്തിട്ട് നല്ല കമ്പനി മൈക്കൊക്കെ ചിലർ വാങ്ങും. പക്ഷെ അതിനകത്ത് വേണ്ടത്ര പെർഫോമൻസ് ആ മൈക്കിനകത്ത് കിട്ടൂല. അത്രയും വില ഒന്നും കൊടുത്തിട്ട് ആരും ചെയ്യരുത്, മൈക്ക് വാങ്ങരുത്. ഒരു മീഡിയം ടൈപ്പ് 20 ദിറംസിന്റെ ഉള്ളിൽ 20 റിയാലിന്റെ ഉള്ളിലൊക്കെ ഉള്ള കുറഞ്ഞ മൈക്കുകൾ തന്നെ ഉണ്ടാവും. അത് തന്നെ മതി അത്യാവശ്യം ബൈലെക്സ് യൂസ് ചെയ്യാൻ. അതാകുമ്പോ കംപ്ലൈന്റ് വന്നാലും പ്രശ്നമില്ലല്ലോ. നമ്മളിനിപ്പോ എത്ര നല്ലത് വാങ്ങിയാലും അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഈ ഹെഡ്സെറ്റ് മൈക്കുകൾക്ക് പ്രത്യേകിച്ചും പെട്ടെന്ന് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ടാകും. വലിയ വിലയൊന്നും കൊടുത്തിട്ട് എന്താ ചെയ്യരുത്, പിന്നെ മൈക്കുകളൊന്നും വാങ്ങരുത്. അതെ, 50 ദിറംസിന് വാങ്ങേണ്ട 20 ദിറംസിന് വാങ്ങിയിട്ട് ബാക്കി 30 ദിറംസ് ഇല്യാസിന് കൊടുക്കാനാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ ഇല്യാസിനായിട്ടും തീരുമാനിക്കുക. പിന്നെ അപ്പൊ കുറഞ്ഞ മൈക്കുകളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് എന്ത് ചെയ്യാ, യൂസ് ചെയ്ത് നോക്കുക. അല്ലാതെ നമ്മൾ വലിയ വലിയ വില കൊടുത്തിട്ട് മൈക്ക് വാങ്ങിയിട്ട് അത് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോൾ ഉദ്ദേശിച്ച അത്ര ക്ലിയറും കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്ന് വരും. അതുപോലെ വോയിസ് കമ്മിയാവും. കാരണം ഈ വലിയ കമ്പനികളൊക്കെ ഇറക്കുന്ന നല്ല ഒറിജിനൽ മൈക്കിന് നമ്മൾ ഈ ബൈലെക്സിന് പറ്റുന്ന കോലത്തിലല്ല അവർ ഇറക്കുന്നത്. അവരതിനകത്ത് നോയിസും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. പക്ഷെ നമ്മൾ പ്രതീക്ഷ അത്ര സൗണ്ട് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. അതേ സമയത്ത് അതൊരു ആംപ്ലിഫയർ മുഖാന്തരം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ടാവും. അപ്പൊ അങ്ങനെ നല്ലല്ലോ എല്ലാവരും യൂസ് ചെയ്യുന്നത്, നോർമൽ രീതിയിൽ യൂസ് ചെയ്യാനല്ല. അപ്പൊ ചെറിയ കുറഞ്ഞ വിലന്റെ മൈക്കുകൾ വാങ്ങിയിട്ട് യൂസ് ചെയ്താൽ തന്നെ മതി. നിങ്ങൾ വലിയ വിലയൊന്നും കൊടുത്തിട്ട് മൈക്ക് വാങ്ങിക്കൊണ്ടരുത്. ഇപ്പൊ അബൂബക്കർക്കാന്റെ പ്രശ്നം നിങ്ങളെ മൈക്ക് ഒരു പ്രശ്നം തന്നെയാണ്. അതുപോലെ നിങ്ങൾ സൗണ്ട് സിസ്റ്റത്തിനകത്തുള്ള സൗണ്ട് ബൂസ്റ്റിംഗ്, ഇത് XP ആണ് വിൻഡോസ് 7 അപ്പൊ നിങ്ങൾ സംസാരിച്ചത്? വിൻഡോസ് 7 XP ഇപ്പൊ എടുത്ത് മൈക്ക് എടുത്ത് സംസാരിച്ച സിസ്റ്റം ഏതാണ്? മൈക്ക് എടുത്ത് ഇപ്പൊ സംസാരിച്ച സിസ്റ്റം XP ആണോ 7 ആണോ? എന്തായാലും ഇൻഷാ അല്ലാഹ് പിന്നെ ജാറങ്ങന്റെ ഉസ്താദൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് തീം വീവറിൽ അത് സെറ്റ് ചെയ്ത് തരും. ഇൻഷാ അല്ലാഹ് റെഡിയാക്കും. പിന്നെ അതുപോലെ ഈ PM അടിച്ചിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ബസ് അടിച്ചിട്ട് എന്താക്കരുത്, പിന്നെ ബുദ്ധിമുട്ടാക്കരുത്. നിങ്ങൾ ചോദ്യം കാണുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ചോദ്യകർത്താക്കളുടെ ഒഴിവിനനുസരിച്ച് റൈസാൻ ചെയ്ത് നിൽക്കുന്നവർക്കാണ് മുൻഗണന. അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് എന്തായാലും PM ചെയ്തവരുടെ ചോദ്യങ്ങളൊക്കെ ഇവിടെ വായിക്കുന്നതാണ്. ഒരു അല്പസമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ PM അടിച്ച ഉടനെ തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതല്ല എന്ന് അറിയിക്കുന്നു ആ സുഹൃത്തിനെ. അടുത്ത ആളിലേക്ക് മൈക്ക് വിട്ട്. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ S4 മിനിയിൽ SGB കിട്ടുന്നില്ല, റേഡിയോ വർക്കാനില്ല. ഗൂഗിൾ വഴി പോയാൽ വർക്കാനുണ്ട്, അല്ലാതെ ഡയറക്റ്റ് സോഫ്റ്റ്വെയർ കയറ്റിയാൽ വർക്കാനില്ല. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ഇന്നലെ രാത്രി PM ചെയ്തിരുന്ന ആളാണോ? ഇന്നലെ രാത്രി PM-ലൂടെ ഇതേ വിഷയം പറഞ്ഞിട്ട് കോണ്ടാക്ട് ആളാണോ? ഓക്കെ. നിങ്ങൾ അതിനകത്ത് SGB-യുടെ ആപ്ലിക്കേഷൻ ഒന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ട് രണ്ടാമതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യേണ്ടതാണ്. കാരണം ആൻഡ്രോയിഡിനകത്ത് യൂസ് ചെയ്യുന്നവരാരും ഇപ്പൊ ഇന്നലെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ആൻഡ്രോയിഡിനകത്ത് SGB-യുടെ റേഡിയോ ക്ലിയർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്തതിന് ശേഷം രണ്ടാമതും ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോ എവിടെയാണ് ഉള്ളതെന്ന് പറയോ? നിങ്ങളുള്ളത് ഏത് ഭാഗത്താണെന്നൊന്ന് പറയോ? ഏത് രാജ്യത്താണ്? UAE-ലാണോ? ഖത്തറിലെ? ഓക്കെ, ഖത്തറിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഇല്ലാസ് തൃശ്ശൂരോ അല്ലെങ്കിൽ സത്യം ഉസ്താദ് പോലത്തെ SGB-യുടെ അഡ്മിന്മാരുണ്ട്.
അവരായിട്ടും ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്താണെങ്കിൽ അവർ തന്നെ സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നിടത്തുള്ള എന്തോ പ്രശ്നമാണ്. നിങ്ങൾ ഇന്നലെ PM-ലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് STV റേഡിയോ മാത്രം വർക്ക് ചെയ്യുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഖത്തറിൽ നമ്മളെ അഡ്മിന്മാർ ഒരുപാട് പേരുണ്ട്. അവരെന്ത് ചെയ്യും, നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഞാൻ മുറയില അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ഖത്തറിലുള്ള ഏതൊരു സ്ഥലത്തിന്റെ പേരാണെന്ന് അറിയുന്നു. ഖത്തറിൽ നമ്മളെ അഡ്മിന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിന് PM ചെയ്താൽ. ഇല്യാസ് തൃശ്ശൂർ അല്പം ബിസിയാണ്. അപ്പൊ ഇല്യാസ് അല്ലാത്ത മറ്റാരെങ്കിലും ഒന്ന് പിന്നെ PM ചെയ്ത് കഴിഞ്ഞാല് അദ്ദേഹത്തിന് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത ഉപകാരമായിരുന്നു. അദ്ദേഹം ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും പിന്നെ നിങ്ങൾ പറഞ്ഞ കംപ്ലൈന്റ് എനിക്ക് ഇവിടുന്ന് പറഞ്ഞു തന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് റെഡി ആയിട്ടില്ലെങ്കിൽ തങ്ങളറിയാം. മാഷാ അല്ലാഹ്. ഓക്കെ, തങ്ങളെ കണ്ടാൽ മതി. കേസസ് തങ്ങളെ കണ്ടാൽ മതി. തങ്ങളെന്ത് ചെയ്യുമോ അത് സെറ്റ് ചെയ്ത് തരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഓക്കെ, അടുത്ത ആൾ മൈക്ക് എടുത്തോളൂ. ഞാന് സംഗതി ഇത് വോളിയം കുറക്കാൻ വേണ്ടിട്ട് വേറൊരാള് പിന്നെ സ്കൈപ്പിൽ വിളിച്ചപ്പോ വോളിയം കുറക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അറിയാതെ മൈക്കിൽ വന്നാണ്. ചോദ്യാർത്ഥാക്കളിന് മൈക്ക് കൊടുത്തോളൂ, ഞാൻ മൈക്കോട്ടു. ഓക്കെ, മുസബാസ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? മുസബാസ്, നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു എസ് അടിക്കോ പബ്ലിക്കില് കേൾക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, മാഷാ അല്ലാഹ്. നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് നിങ്ങളുടെ സിസ്റ്റത്തിനകത്തുള്ള പ്രോഗ്രാം ബൈലക്സിനകത്ത് എങ്ങനെ പ്ലേ ചെയ്യിക്കാം എന്നാണോ ചോദിച്ചത്? തീരെ ശബ്ദമില്ലായിരുന്നു. നിങ്ങൾ ചോദിക്കാൻ വളരെ കുറവായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളതും ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചാർജർ പ്രോബ്ലം ആണ്. ചാർജറും ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം മൈക്ക് എടുക്കുകയാണെങ്കിൽ റെഡി ആവും. ഏറെക്കുറെ വശങ്ങളും ചോദിക്കുന്നത് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം ശബ്ദം കുറവായിരുന്നു. അതെങ്ങനെ ഞാൻ കേട്ടുന്നല്ലേ? പിന്നെ ഓക്കെ, അതന്നെയല്ലേ നിങ്ങൾ ചോദിച്ചത്? അതന്നെയല്ലേ സിസ്റ്റത്തിനകത്തുള്ള വയല് അല്ലെങ്കിൽ അതുപോലത്തെ പ്രോഗ്രാമുകൾ എങ്ങനെ ബൈലക്സിനകത്ത് ക്ലാസ് റൂമിൽ പ്ലേ ചെയ്യിക്കുമെന്നാണല്ലേ ചോദിച്ചത് മുസബാസ്? അതന്നെയല്ലേ ചോദിച്ചത്? ഓക്കെ, നിങ്ങളൊന്നുകൂടി മൈക്ക് എടുത്തോളൂ. ചാർജർ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്ന് മൈക്ക് എടുത്തോളൂ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സിസ്റ്റം ഏതാണെന്ന് പറയോ? അദ്ദേഹം ചോദിച്ചത് ഇത് തന്നെയാണ്. അദ്ദേഹത്തിന് സ്റ്റീരിയോ മിക്സ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ചോദിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ ചോദ്യം കേൾക്കാത്തവരുണ്ടെങ്കിൽ സ്റ്റീരിയോ മിക്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ അദ്ദേഹം മൈക്കെടുത്ത് സംസാരിക്കുന്ന സമയത്ത് ശബ്ദം വളരെ കുറവായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ശബ്ദം ഫുള്ളായിട്ട് സിഗ്നൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കംപ്ലൈന്റ്. എന്തായാലും പിന്നെ സ്റ്റീരിയോ മിക്സ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് നിങ്ങൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് XP ആണോ ഇല്ലെങ്കിൽ 7 ആണോ ഏതാണെന്ന് പറയോ? വിൻഡോസ് XP ആണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ബൈലക്സിനകത്ത് നിങ്ങൾ മൈക്കെടുത്ത് സംസാരിക്കുമ്പോൾ സിഗ്നൽ കാണിക്കുന്ന ഒരു ഭാഗമല്ലേ ബൈലക്സിനകത്ത്? മൈക്കിന്റെ ഏറ്റവും താഴെ ഐഡികളൊക്കെ കാണുന്നതിന്റെ ഏറ്റവും താഴെ കാണുന്നുണ്ട്. മൂസബാസ്, നിങ്ങളൊന്ന് പ്രതികരിക്കണം പബ്ലിക്കിൽ. ഓക്കെ, അതിനകത്ത് ഒരു ചെറിയ റൗണ്ടിനകത്ത് വലതുവശത്തായിട്ട് ഒരു മൈക്കിന്റെ ചിഹ്നം കണ്ടോ? ഒരു മൈക്കിന്റെ ചെറിയൊരു ചിഹ്നം കൊടുത്തിട്ട് വലതുവശത്ത്. ഓക്കെ, അതിലൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ചെറിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. വന്നോ മുസബാസ്? ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാണുന്നു? മൈക്രോഫോണ്, സ്റ്റീരിയോ മിക്സ് എന്നൊക്കെ കാണുന്നുണ്ടോ? മൈക്രോഫോണ്, സ്റ്റീരിയോ മിക്സ് എന്ന് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് നിങ്ങളെ സിസ്റ്റത്തിനകത്തുള്ള സൗണ്ട്, അതായത് വയലായാലും എന്ത് പ്രോഗ്രാം ആയാലും അത് ബൈലക്സിലെ ക്ലാസ് റൂമിലൂടെ നിങ്ങൾക്ക് കേൾപ്പിക്കണമെങ്കിൽ നിങ്ങൾ അതിനകത്തുള്ള സ്റ്റീരിയോ മിക്സ് സെലക്ട് ചെയ്യുക. ഇപ്പൊ അതിനകത്ത് മൈക്രോഫോൺ ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അത് നിങ്ങൾ സ്റ്റീരിയോ മിക്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൈക്ക് എടുക്കുക. മൈക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ സിസ്റ്റത്തിനകത്തുള്ള പ്ലേ ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് തന്നെ ക്ലാസ് റൂമിലൂടെ കേൾക്കുന്നതാണ്. ഓക്കെ, വീണ്ടും മൈക്ക് എടുത്ത് സംസാരിക്കണമെങ്കിൽ അതിലെ മൈക്രോഫോൺ സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് എടുത്ത് സംസാരിച്ചാൽ നിങ്ങൾ സംസാരിക്കുന്നതും കേൾക്കുള്ളൂ. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്തു. മൈക്ക് എടുത്തോളൂ.
ഓക്കെ. പിന്നെ അതിന് മുകളിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഓപ്ഷൻസ് എന്ന് കാണുന്നുണ്ടോ? അതിന് മുകളിൽ ഓപ്ഷൻസ് കാണുന്നുണ്ടോ? ഓപ്ഷൻസ് എന്ന് കാണുന്നുണ്ടോ മുസബാസ്? ഓക്കെ, ആ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് എന്ന് കാണാം. ആ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. അതിനകത്ത് താഴെ ഒരു ബ്ലാങ്ക് ഏരിയ കാണാം. വെള്ള കളറിൽ ഒരു കോളത്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ടാവും. CD പ്ലെയർ, മൈക്രോഫോൺ, സ്റ്റീരിയോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ലൈൻ ഇന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് നിങ്ങൾ വെറും മൈക്രോഫോണും സ്റ്റീരിയോമിക്സും മാത്രം സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ സെലക്ഷൻ ഒന്ന് ഒഴിവാക്കുക. ബാക്കിയുള്ളതിലൊക്കെ ശരിയിട്ട് വെച്ചിട്ടുണ്ടാവും. ആ ടിക്ക് ചെയ്തെല്ലാം ഒഴിവാക്കിയതിന് ശേഷം വെറും മൈക്രോഫോണും സ്റ്റീരിയോമിക്സും മാത്രം ടിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും മാത്രം നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ കാണാൻ സാധിക്കുള്ളൂ ആ വിൻഡോക്കകത്ത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിനകത്ത് മൈക്കെടുത്ത് സംസാരിക്കുമ്പോൾ മൈക്ക് സെലക്ട് ചെയ്യുക. അതല്ല നിങ്ങൾ സിസ്റ്റത്തിനകത്തുള്ള പ്ലേ ചെയ്യുന്ന സമയത്ത് സ്റ്റീരിയോമിക്സ് സെലക്ട് ചെയ്യുക. അതിന്റെ മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് നിങ്ങൾ മൈക്കിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല, ശബ്ദം വളരെ കുറവാണ്, ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന ജാറങ്കണ്ടിക്ക് ഒന്ന് PM ചെയ്യുക. അദ്ദേഹം ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളെ സിസ്റ്റത്തിനകത്ത് തീം വീവർ ഉണ്ടെങ്കിൽ അതിന്റെ യൂസർ ഐഡി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്താവും അതൊന്ന് സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ആൾ മൈക്ക് എടുത്തോളൂ. മുസബാസ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ തീം വീവർ ഇല്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻഷാല്ലാ ഈ ക്ലാസ്സിന് ശേഷം ഞാൻ തന്നെ നോക്കി തരാം. അല്ലെങ്കിൽ ജാറങ്കണ്ടി ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജസ്റ്റ് ഒന്ന് PM ചെയ്ത് നോക്കുക. ഫ്രീ ആണെങ്കിൽ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് തരും. ഇല്ലെങ്കിൽ ഫ്രീ ഉള്ള ടൈമിൽ നിങ്ങളൊന്ന് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇല്യാസ് ഭായ് ഓക്കെ, ഇല്യാസ് ഭായ്ക്ക് അബൂബക്കർ അദ്ദേഹം ഒരല്പം ബിസിയാണ്. വേറെ ഒരു അത്യാവശ്യ തിരക്ക് അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തിനെ കൂടുതൽ ഉൾപ്പെടുത്താത്തത് ഇതിലേക്ക്. ഓക്കെ, മൈക്ക് വിട്ട് അടുത്ത ആൾ മൈക്ക് എടുത്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്റെ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ അത് നോർമൽ വിൻഡോയിൽ വർക്ക് ചെയ്യുന്നില്ല. അത് എന്താണ് അതിന്റെ കുഴപ്പം എന്ന് പറഞ്ഞു തരുമോ? അസ്സലാമു അലൈക്കും. ഓക്കെ, ഏത് വിൻഡോയിലാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്? നോർമൽ വിൻഡോയിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഏത് വിൻഡോയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയോ? സേഫ് മോഡിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ സേഫ് മോഡിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക, സിസ്റ്റം ഒന്ന് റീസ്റ്റോർ ചെയ്യുക. ഓക്കെ മുസ്തഫ, സേഫ് മോഡിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ സിസ്റ്റം ഒന്ന് റീസ്റ്റോർ ചെയ്യുക. റീസ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഓക്കെ, വിൻഡോസ് XP ആണോ യൂസ് ചെയ്യുന്നത്? വിൻഡോസ് XP ആണോ യൂസ് ചെയ്യുന്നത്? അബ്ദുള്ള ബാബാട് അദ്ദേഹത്തിന് ഡോട്ടിനിലേറെ നല്ലത് നമ്മുടെ ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഒന്ന് ടെക്സ്റ്റ് അടിച്ചിട്ട്. പിന്നെ അതെ, ഹിന്ദി അറിയുന്നവരൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. അദ്ദേഹത്തിനൊന്ന് മറുപടി ആയിട്ടൊന്ന് പബ്ലിക്കിൽ ടെക്സ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, വിൻഡോസ് 7 ആണ്. ഓക്കെ, വിൻഡോസ് 7 ആണെങ്കിലും സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഓൾ പ്രോഗ്രാമിൽ പോവുക. ഓക്കെ, ഓൾ പ്രോഗ്രാമിനകത്ത് പിന്നെ ആക്സസറീസ് എടുക്കുക. ഓക്കെ, ആക്സസറീസിനകത്ത് സിസ്റ്റം ടൂൾസ് ഓപ്പൺ ചെയ്യുക. സിസ്റ്റം ടൂൾസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണാം സിസ്റ്റം റീസ്റ്റോർ എന്ന് കാണാം. ആ സിസ്റ്റം റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിൻഡോ വരും. അതിനകത്ത് തൊട്ട് മുന്നേ ഏത് ഇതിലാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം തുടങ്ങിയത് എന്നാണെങ്കിൽ ഓർമ്മ ഉണ്ടെങ്കിൽ അതിന്റെ മുന്നുള്ള ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക. അതിനകത്ത് രണ്ട് ഓപ്ഷൻ കാണാം. ഒന്ന് റെക്കമെൻഡഡ് റീസ്റ്റോർ, മറ്റൊന്ന് ചോയ്സ് എ ഡിഫറെന്റ് റീസ്റ്റോർ പോയിന്റ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണാം നിങ്ങളുടെ സിസ്റ്റം തൊട്ട് മുൻപുണ്ടായിരുന്ന ഡേറ്റുകളൊക്കെ കാണാം. ഏത് ഡേറ്റിലൊക്കെയാണ് നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഡേറ്റുകൾ അതിനകത്ത് കാണാം. അപ്പൊ എന്ന് തൊട്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം തുടങ്ങിയിട്ടുള്ളത് അതിന്റെ തൊട്ട് മുന്നുള്ള ഒരു ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം എന്താവും, റീസ്റ്റോർ ആവും. അന്നത്തെ ആ ഡേറ്റിലേക്ക് സിസ്റ്റം
അന്ന് എങ്ങനെയാണോ വർക്ക് ചെയ്തിരുന്നത് അതേ രീതിയിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അതിനകത്ത് താഴെ തന്നെ കാണാം ഷോ മോർ റീസ്റ്റോർ പോയിന്റ് എന്ന് കാണുന്നത്. ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്താൽ മതി ഏതൊക്കെ റീസ്റ്റോർ പോയിന്റ്, അതായത് ഏതൊക്കെ സമയങ്ങൾ നിങ്ങൾ ഈ സിസ്റ്റത്തിന് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ ആ ഡേറ്റുകളൊക്കെ അതിനകത്ത് കാണാം. അതിലൊരു ഡേറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം നെക്സ്റ്റ് ചോദിക്കുന്നുണ്ട് തോന്നുന്നു, അത് ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് റീസ്റ്റോർ ആയി റീസ്റ്റാർട്ട് ആയിട്ട് വരുന്നതാണ്. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അതിനിടയിൽ പവർ ഓഫ് ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ സിസ്റ്റം കമ്പ്യൂട്ടർ അറിയുന്ന, അത് റെഡിയാക്കാൻ അറിയുന്ന ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ എന്ന് അറിയിക്കുന്നു. എന്തായാലും അബ്ദുള്ളാവാട് മൈക്കെടുത്തോളൂ. മൈക്കൂട്ട് കേൾക്കുന്നുണ്ടോ? ഹലോ. അത് ഞാൻ നാട്ടിൽ നിന്ന് സ്കൈപ്പിലൊക്കെ വിളിക്കുന്നവരെ, എന്റെ സിസ്റ്റം അല്ല, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കുന്നവർ ഭയങ്കര സൗണ്ടാണ്. ഈ ഫ്ലൈറ്റ് ഒക്കെ പോണ സൗണ്ടാണ്. അത് പോകാൻ വല്ല വഴിയുണ്ടാവുന്നില്ല. ഓക്കെ, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കുമ്പോഴല്ലേ അബ്ദുള്ളക്ക്, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കുമ്പോഴല്ലേ? നിങ്ങളെ സിസ്റ്റത്തിൽ വേറെ ആർക്കും വിളിക്കുമ്പോ ആ പ്രശ്നമുണ്ടോ? നിങ്ങളെ സിസ്റ്റത്തിൽ നിന്ന് വേറെ ആർക്കും വിളിക്കുന്ന ആ പ്രശ്നമുണ്ടോ? ഇല്ല. നാട്ടിൽ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പാണോ? നെറ്റ് സ്ലോ ഉണ്ടല്ലോ അത്. ഓക്കെ, ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ അതിന്റെ സൗണ്ട് കാർഡ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിന്റെ സോഫ്റ്റ്വെയർ ഒന്ന്, അതിന്റെ ഡ്രൈവർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എവിടെയെങ്കിലൊക്കെ പിടിച്ചിട്ട് മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഡ്രൈവർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിന്റെ മിക്സർ ഒന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിനകത്ത് കാണാം സെറ്റ് ഡിഫോൾട്ട് എന്ന് കാണാം. ഡിഫോൾട്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാതെ. സൗണ്ടിന്റെ പ്രശ്നമാണ്. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് അതിന്റെ സൗണ്ട് ഡ്രൈവർ കറക്റ്റ് ഡ്രൈവർ തന്നെയാണോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൈക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ സൗണ്ട് പ്രോബ്ലം കൂടുതലും വരുന്നത് അതുകൊണ്ടാണ്. കൂടുതലും മൈക്ക് പ്രോബ്ലം, അല്ലെങ്കിൽ കൂടുതൽ നാട്ടിൽ യൂസ് ചെയ്യുന്നവര് UPS വെച്ചിട്ടാണ് സിസ്റ്റം ഉപയോഗിക്കാറ് അല്ലെ? കൂടുതൽ പേര് UPS ഉപയോഗിക്കാറുണ്ട്. ആ UPS ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. കണക്ട് ചെയ്തിട്ട് അതേ പ്രശ്നം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. UPSന്റെ ബോർഡിനകത്ത് ഏതെങ്കിലും ഡയോഡുകളോ റെസിസ്റ്റൻസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇതേ പ്രശ്നം തന്നെ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സൗണ്ട് കാർഡ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എന്നാ ഓക്കെ, അടുത്തത് മഷൂദ് മൈക്ക് എടുത്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഉപയോഗിക്കുന്ന സിസ്റ്റം പിന്നെ കോംപാക്റ്റിന്റെ CQ60 പ്രിസാരിയോ, ഒരു 2009 മോഡലാണ്. ഇതിൽ ഞാൻ OS Windows 7 തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഇതിൽ നമ്മൾ എത്ര ചെയ്താലും നമ്മളെ സ്റ്റീരിയോ മിക്സിന്റെ ആ ഒരു സെറ്റപ്പ് ഒന്നും കാണുന്നില്ല ഞാൻ. എന്നിട്ട് എക്സ്റ്റേണൽ ജസ്റ്റ് വേറെ സോഫ്റ്റ്വെയർ ചെയ്തപ്പോൾ അത് ട്രയലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും പ്ലേ ചെയ്യുമ്പോൾ അവരുടെ പരസ്യം അങ്ങനെ വന്നുകൊണ്ടിരിക്കും, ട്രയലിന്റെ ആ ഇത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ CQ60 ഇത് കിട്ടുമോ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ മൈക്രോസി. അസ്സലാമു അലൈക്കും. അതിന്റെ കമ്പനി സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ പറഞ്ഞ ലാപ്ടോപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ആ മോഡൽ നമ്പർ സെർച്ച് ചെയ്തിട്ട് അതിന്റെ ഓഡിയോ ഡ്രൈവ് ഏതാന്ന് അതിനകത്ത് കൊടുത്തു. സെർച്ച് ചെയ്തപ്പോൾ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ അതിന്റെ മോഡൽ നമ്പറും എല്ലാം ഒന്ന് PM അറിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ. അത് ചെക്ക് ചെയ്തതിനു ശേഷം ഇൻഷാ അല്ലാഹ് അതിന്റെ ഡ്രൈവർ ഏതാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. ഓക്കെ ഓക്കെ. നമ്മുടെ മൂസ അബ്ബാസ് ശബ്ദം കേൾക്കുന്നുണ്ടോ? മൂസ അബ്ബാസ് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. നിങ്ങൾക്കിപ്പോ റിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല, മൈക്ക് എടുക്കാൻ പറ്റാത്തതിന്റെ കാരണം നിങ്ങൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അതിന്റെ ഹൈ ഡെഫിനിഷൻ സോഫ്റ്റ്വെയർ, അതായത് നിങ്ങൾ വിൻഡോസ് XP അല്ലേ യൂസ് ചെയ്യുന്നത്, അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണോ അത് നിങ്ങൾ ബൈലക്സിനകത്ത് സെലക്ട് ചെയ്യണം. ബൈലക്സിന്റെ മെയിൻ വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഫസ്റ്റ് തന്നെ കാണുന്ന മെസ്സഞ്ചർ എന്ന് കാണുന്ന മുകളിൽ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രൈവസി ഓപ്ഷൻ കാണാം. പ്രൈവസി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ സെറ്റപ്പ് കാണാം.
ഓഡിയോ സെറ്റപ്പിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് സ്പീക്കർ, മൈക്രോഫോൺ 2 ഓപ്ഷൻ കാണാം. അതിലെ മൈക്രോഫോണിനകത്ത് നിങ്ങൾ ആ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന ഓഡിയോ കാർഡ് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ബൈലക്സ് എക്സിറ്റ് അടിച്ചിട്ട് രണ്ടാമത് ബൈലക്സ് ഓപ്പൺ ചെയ്ത് തരണം. ബൈലക്സ് റൂം ക്ലോസ് ചെയ്യല്ല, ബൈലക്സ് എക്സിറ്റ് ചെയ്തിട്ട് രണ്ടാമത് ലോഗിൻ ചെയ്തിട്ട് വരിക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യുന്നതാണ്. CQ6 കണക്ഷൻ ഡ്രൈവർ ആണ്, അതിലില്ല. ഓക്കെ, അലിക്ക നോക്കിയതാണോ ആ സിസ്റ്റം? അലിക്ക സിസ്റ്റം നോക്കിയതാണോ? ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, അലിക്ക ശബ്ദം കേൾക്കുന്നുണ്ടോ? ഈ മഷൂദിന്റെ അല്ലേ അലിക്ക PM-ലൂടെ അറിയിച്ചിട്ടുള്ളത്? ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാ. ഓക്കെ, അടുത്താൾ മൈക്ക് എടുത്തോളൂ. അസ്സലാമു അലൈക്കും. പിന്നെ എന്റെ സിസ്റ്റം വിൻഡോസ് 7 ആണ്. എന്റെ ഡൗട്ട്, എന്റെ ഫോൺ iPhone 4 ആണ്. ഇതിൽ പ്രോഗ്രാം 7 ചെയ്തിന് 6 മാറ്റാൻ പറ്റുമോ? Virus database has been updated. ഹലോ, ഡിജിറ്റൽ പ്ലേസ് നിങ്ങളെ ഐഫോണിന്റെ വേർഷൻ മാറ്റുന്ന കാര്യം ചോദിച്ചത്. ഐഫോണിന്റെ വേർഷൻ മാറ്റുന്ന കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യാനല്ലേ? അതിന്റെ വോയിസ് അപ്ഡേറ്റ് ചെയ്യാനല്ലേ ഐഫോണിന്റെ? ഡിജിറ്റൽ പ്ലേസ് ഒന്ന് ടെക്സ്റ്റ് അടിച്ചാല് എസിനാണോ നിങ്ങൾ ഈ വൈ എന്ന് അടിക്കുന്നത് അതേ എന്നുള്ളതിനാണോ? ഓക്കെ, അങ്ങനെ ഊഹിക്കാല്ലേ. ഓക്കെ, നിങ്ങൾ അതിന് ഐട്യൂൺ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സിസ്റ്റത്തിനകത്ത് ഐട്യൂൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളെ ഡിവൈസ് കണക്ട് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്യാവുന്നതാണ്. അത് ഏത് ഫോണാണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു സിസ്റ്റവുമായി കണക്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തപ്പോൾ ഐഫോണിന്റെ എല്ലാത്തിനും അതിപ്പോ ഐഫോൺ ആയാലും അതുപോലെ ഐപാഡ് ആയാലും ഏതായാലും ആപ്പിളിന്റെ എല്ലാം ഐട്യൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഐട്യൂൺ ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അതിനകത്ത് തന്നെ അത് അപ്ഡേഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാൻ ഇപ്പൊ എന്റെ കയ്യിൽ ഐട്യൂൺ ഞാൻ ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളായിട്ട് പറഞ്ഞു തരാമെന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇത്തരം കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കും. അത് ഗൂഗിളിനകത്തുനിന്ന്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്തു, എനിക്ക് 6.2 തന്നെ വേണം. അങ്ങനെ നിങ്ങൾ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഐട്യൂണിനകത്ത് ഏതാണോ അവൈലബിൾ അതേ കിട്ടുള്ളൂ. അതിന്റെ കറക്റ്റ് വാല്യൂ നിങ്ങൾക്ക് ചെയ്യാൻ ഐഫോൺ, അതായത് ആപ്പിള് ഏതാണോ റൂട്ടാണോ കാണിച്ചു തരുന്നത് ആ റൂട്ടിലെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നിങ്ങൾക്ക് ഇത്ര വേർഷൻ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്നും ചെയ്തുതരാൻ കഴിയില്ല എന്ന് ഞാൻ അറിയിക്കുന്നു. അതുകൊണ്ട് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. PM-ലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ വാങ്ങിയിട്ട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതും യൂട്യൂബിനകത്തൊന്ന് സെർച്ച് ചെയ്യുക, അത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. എന്തായാലും ഞാൻ ഐഫോൺ യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്കത് കറക്റ്റ് പറഞ്ഞു തരാനും അറിയില്ല. ഓക്കെ, നമുക്ക് അടുത്ത മൈക്ക് എടുത്തോളൂ. ഹലോ, എന്റെ ചോദ്യമല്ല, ഞാൻ എന്റെ ഫോണില് ആദ്യം 6.2 ആയിരുന്നു. ഞാൻ അപ്ഡേറ്റ് ചെയ്തിപ്പോ 7.1 ആയി. ഇപ്പൊ 7.1 എനിക്ക് വേണ്ട, എനിക്ക് 6.2ലേക്ക് തന്നെ മടങ്ങാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോന്ന് ചോദിച്ചു. അതായത് നിങ്ങളുടെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നത് പഴയ വേർഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പുതിയതാക്കി. ഇപ്പൊ നിങ്ങൾക്ക് പഴയതിലേക്ക് തന്നെ പോകണം. അതിനെന്തേ ഓപ്ഷൻ ഉണ്ടോ എന്നാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് അല്ലെ?
അതിനിപ്പോ നിലവിൽ എന്റെ അറിവിൽ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫയലിലേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ സെയിം ഡിവൈസിന്റെ പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോപ്പി ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നോക്കുക തന്നെ വേണം. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. പ്രത്യേകിച്ച് ഐഫോണിനെ സംബന്ധിച്ചായതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ടൊന്ന് PM-ലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ, സോറി. അടുത്ത ആൾ മൈക്കെടുത്തോളൂ. ഹലോ, ഇപ്പൊ മൂസ അബ്ബാസ് പറഞ്ഞ എന്താന്ന് എന്നോട് ചോദിക്കരുത്, അത് ഞാനും കേട്ടിട്ടില്ല. ഇപ്പൊ മൂസ അബ്ബാസ്, ഇപ്പൊ നിങ്ങളെ സിസ്റ്റം സ്റ്റീരിയോ മിക്സിലല്ല ഉള്ളത്? സ്റ്റീരിയോ മിക്സിലാണോ ഉള്ളത്? മൂസ അബ്ബാസ്, ഇപ്പൊ നിങ്ങളെ സിസ്റ്റം സ്റ്റീരിയോ മിക്സിലല്ല ഉള്ളത്? ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ നിങ്ങള്. മൂസ അബ്ബാസ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്നും കാണുന്നില്ല. അടുത്ത ആൾ മൈക്കെടുത്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത ആൾ മൈക്കെടുക്കുന്നതിന് മുമ്പ് എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്ന് സംശയമുണ്ട്. പിന്നെ റഷീദ് പേരാമ്പ്ര എന്ന ഐഡിയുള്ള ഉസ്താദാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉസ്താദ് ഡെസ്കിലുണ്ടോ? റഷീദ് പേരാമ്പ്ര എന്ന ഐഡിയുള്ള ഉസ്താദ്. ഉസ്താദ് ഡെസ്കിലുണ്ടെങ്കിൽ ഒന്ന് പിന്നെ റൈസ് ഹാൻഡ് ചെയ്ത് മേലെ വരണം. പിന്നെ നേരത്തെ ഈ ഗൂഗിൾ സോറി മറ്റേ എന്താണ് മറന്നുപോയി, കുറെ ദിവസമായി അദ്ദേഹം പിന്നെ റിയൽ പ്ലെയർ ഡൗൺലോഡർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ബ്രൗസറിന്ന് പറഞ്ഞിരുന്നു. ആ മെത്തേഡ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹം ഉണ്ടെങ്കിൽ. വേറെ ആരെങ്കിലും ആ പ്രശ്നം ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും പറഞ്ഞു കൊടുക്കാമല്ലോ. എല്ലാവർക്കും ഉപകാരപ്പെടും. പല ആളുകളെ PC-യിലും റിയൽ പ്ലെയർ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ബ്രൗസറിൽ ഡൗൺലോഡ് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ആരുണ്ട് അങ്ങനെ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്? ബ്രൗസറിൽ ആ റിയൽ പ്ലെയറിന്റെ ചിഹ്നം വരാതെ, ഡൗൺലോഡ് എന്ന ചിഹ്നം വരാത്ത പ്രശ്നം ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഉസ്താദ് ഉണ്ടെങ്കിൽ അദ്ദേഹം വരട്ടെ. അദ്ദേഹം വന്നാൽ അദ്ദേഹം ഒന്നായിട്ടും പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തിന് വേറെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ഏതായാലും മൈക്ക് വിട്ടു. പിന്നെ ആ ഉസ്താദ് വന്നാൽ അതിന്റെ അടുക്ക് അതിന്റെ അതുവരെയുള്ള ചോദ്യാർത്ഥാക്കളൊക്കെ ചോദ്യം. എല്ലാവരും ചോദ്യം ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെന്തെങ്കിലും നോക്കി പഠിക്കും. ഇനി മറുപടി പറയുകയാണെങ്കിലും വേണ്ടത് നോക്കി പഠിക്കുക. അപ്പൊ പുതിയ പുതിയ ചോദ്യങ്ങൾ വരുമ്പോഴാണ് പുതിയ പുതിയ വിവരങ്ങൾ നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ഒരുപാട് ചോദ്യങ്ങൾ വരട്ടെ. ഈ പറയാൻ അറിയില്ലെങ്കിലും അറിയുന്ന ആളുകൾ ഇവിടെ ഒരുപാടുണ്ടാവും. താഴെ നമ്മളെ ഒരുപാട് ഉസ്താദുമാരുണ്ട് ഇതിന്റെ. അപ്പൊ അവരൊക്കെ മൈക്കെടുത്തിട്ട് അവർക്ക് അറിയാമെന്ന് പറയും. എല്ലാവർക്കും പഠിക്കാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാൻ. IT ഈ കമ്പ്യൂട്ടർ എന്താന്ന് പഠിക്കാൻ. അപ്പൊ നേരത്തെ ഒരാളിനോട് ചോദിച്ചു, എനിക്ക് കുറെ സംശയങ്ങൾ, പക്ഷെ ഞാൻ മൈക്കെടുത്ത് ചോദിച്ചാല് നിങ്ങൾ പിന്നെ വേറെന്തോ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചാല് എനിക്കൊന്നും പറയാൻ കിട്ടൂല, കാരണം ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ആയാലും എനിക്കൊരു ബോറാണോ എന്നൊരു സംശയം. അങ്ങനൊന്നുമില്ല ഇവിടെ എല്ലാവർക്കും ആർക്കും ഒന്നും അറിഞ്ഞൂടാത്തവരാന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ ഒരു വിവരം പിന്നെ വളരെ കുറഞ്ഞ വിവരമുള്ള ആളുകൾക്ക് ഉദ്ദേശിച്ചുകൊണ്ടുള്ള IT ക്ലാസ് ആണ്. അതുകൊണ്ട് പരമാവധി തീരെ അറിയാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഏറ്റവും ബേസിക് ആയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. പറഞ്ഞതാണെങ്കിലും പ്രശ്നമില്ല, ഒക്കെ പറഞ്ഞാൽ ആവർത്തിച്ചൊക്കെ പറയും. അതൊന്നും നിങ്ങൾ ഇനിയിപ്പോ ഇന്നലെ പറഞ്ഞതായതുകൊണ്ട് പറയാതെ അങ്ങനൊന്നുമില്ല. അപ്പൊ ഏതായാലും അതും പറയും, എല്ലാം പറയും. അതാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഞാൻ മൈക്കൂട്ട് ചോദ്യാർത്ഥാക്കൾക്ക് വേണ്ടി പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ റിയൽ പ്ലെയറിന്റെ ആ പ്രശ്നം പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ക്ലിയർ ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റായിട്ട് ബാലക്സിൽ കയറി റൂമിൽ വരികയാണ്. ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ഓക്കെ, ശരി. അടുത്താണ് വായിക്കണമെന്നുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം എൻ്റെ അടുത്ത് ഒരു ലാപ്പ് ഉണ്ട്, അത് ഡ്രൈവ് ഇല്ലാത്തതാണ്. അപ്പൊ അതില് സോഫ്റ്റ്വെയർ ചെയ്യണം. അപ്പൊ ഈ പെൻ ഡ്രൈവ് വെച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയർ ചെയ്യല്. അത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എൻ്റെ അടുത്ത് പെൻ ഡ്രൈവ് ഉണ്ട്, അതിലേക്ക് എങ്ങനെയാണ് ഈ വിൻഡോസ് 7 ഇത് ചെയ്യല്, എന്നിട്ട് അങ്ങനെ ചെയ്യണത് കേട്ടിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. എൻ്റെ ലാപ്പിന് ഡ്രൈവ് ഇല്ല,
അപ്പോൾ അതിന് ഈ പെൻഡ്രൈവ് വെച്ചിട്ടുണ്ട് ഒരു CD അതിലേക്ക് ഈ വിൻഡോസ് 7 അതിലേക്ക് കോപ്പി ചെയ്തിട്ട് ഒരു പരിപാടി. അതെങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അത് പറഞ്ഞു തരാന് അതിന്റെ ഒരു സ്പെഷ്യൽ ഉസ്താദ് തന്നെ നമ്മുടെ അടുത്തുണ്ട്. MPL അരീക്കോട് ശബ്ദം കേൾക്കുന്നുണ്ട്, അലിക്കൊന്ന് റൈസാൻ ചെയ്യോ? അലിക്ക ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസാൻ ചെയ്യോ? ഓക്കെ, മാഷാ അല്ലാ. അത് നിങ്ങൾക്ക് MPL അരീക്കോട് എന്നുള്ള അതിന്റെ ഒരു സ്പെഷ്യൽ ഡോക്ടറാണ്, അദ്ദേഹം തന്നെ വിശദീകരിച്ചു തരും. മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓക്കെ, അത് പിന്നെ ആദ്യം നിങ്ങൾ അതിന് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പിന്നെ വിൻഡോസിന്റെ CD ചെയ്താൽ പറ്റും, CD ഉണ്ടാകാൻ പറ്റൂല. അതിന്റെ പിന്നെ iOS ഫയല് ഡൗൺലോഡ് ചെയ്യാം. iOS എന്ന് പറഞ്ഞാല് അത് ഗൂഗിളിൽ പോയി ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് തരാം. ഒറിജിനൽ ഏതാ നിങ്ങൾക്ക് വേണം. നിങ്ങൾ പിന്നെ ലാപ്ടോപ്പ് ഓൾറെഡി ISO അതിപ്പോ ISO കൂടി കൺഫ്യൂഷനായി. ഓക്കെ, ചോദിച്ച ആളാരാണ്? ചോദിച്ച ആള് അവരടുത്ത് ഇപ്പൊ ഓൾറെഡി വോയിസ് ഉണ്ടോ? സിസ്റ്റത്തിൽ വോയിസ് ഉണ്ടോ? ഓക്കെ, അത് ഓൾറെഡി വോയിസ് ഉണ്ടല്ലോ. ഏതാണുള്ളത് അതിൽ വോയിസ്? ഇല്ലേ? എല്ലാവർക്കും വോയിസ് ഇല്ലാത്ത സിസ്റ്റമാണോ? ഡോസിൽ വന്നതാ? അതല്ല, വിൻഡോസ് 7 അതിൽ ഓൾറെഡി വിൻഡോസ് 7ന്റെ ലൈസൻസ് ഉണ്ടോ സിസ്റ്റത്തിന്റെ ബേക്കില്? സുബൈർ, വിൻഡോസ് 7ന്റെ ലൈസൻസ് കാണുന്നുണ്ടോ? അറിയില്ല. സിസ്റ്റത്തിന്റെ ബേക്കിലുണ്ടാവും, സിസ്റ്റത്തിന്റെ താഴെ ഭാഗത്തുണ്ടാവും. അവിടെ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ സിസ്റ്റത്തിനാണ് വിൻഡോസ് 7ന്റെ സ്റ്റിക്കർ കാണുന്നുണ്ടോ? വിൻഡോസ് 7 എന്നുള്ള സ്റ്റിക്കർ മാത്രം അതും കാണുന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും ഒന്ന് ഇടേണ്ടി വരും. അതുകൊണ്ട് അത് താഴെ അതിന്റെ സ്റ്റിക്കർ പിന്നെ അതിലുണ്ടാവും. ഏത് വേർഷനാന്നുള്ള അതിലുണ്ടാവും. സുബൈർ, അതിൽ ഏത് വേർഷനാണ് കാണുന്നുണ്ടോ നോക്കുന്നു ആ സ്റ്റിക്കർ മേല്. അതെ, ആ സ്റ്റിക്കർ താഴെ ഉണ്ടാവും അതിന്റെ ലൈസൻസ് സ്റ്റിക്കർ. അതിലൊരു 25ഓളം നമ്പറുള്ള ഒരു ലൈസൻസ് ഉണ്ടാവും. ആ ലൈസൻസ് തന്നെ നിങ്ങൾക്ക് അത് വെച്ച് തന്നെ ചെയ്യാം. അത് പറഞ്ഞാൽ ഏതാണെന്ന് പറഞ്ഞ അത് എന്നിട്ടെന്നല്ല, ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം. അത് പിന്നെ ഡൗൺലോഡ് ചെയ്യാം. അതിന്റെ ഇമേജ് ഫയൽ തന്നെ തരാം. കാരണം ഇത് വിൻഡോസ് ഇതിലേക്ക് ആക്കുന്ന ഇമേജ് ഫയൽ മാത്രമേ അത് USB-യിലേക്ക് ആക്കിയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇമേജ് ഫയൽ മാത്രം, ആ വിൻഡോസിന്റെ ഇമേജ് ഫയൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഏത് വേർഷനാണ് നിങ്ങൾ അതിനുള്ള സ്റ്റിക്കർ തന്നാലും ഞാൻ ആ സെയിം വേർഷൻ നിങ്ങൾക്ക് തന്നിരുന്നു, അതിന്റെ ഒറിജിനൽ. ഓക്കെ, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് വിൻഡോസ് 7 USB DVD ഡൗൺലോഡർ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്യാതെ. അത് മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റിന്റെ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും അത്. USB ഒക്കെ അടുത്ത ആൾ ചോദിക്കാം. ഞാൻ അതിന്റെ ലിങ്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ മൈക്ക് എടുക്കാം. അടുത്ത ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ലിങ്ക് പരതിട്ട് തരാം അതിന്റെ. ഓക്കെ, ഞാൻ മൈക്ക് വിടുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഓക്കെ, മുസബാസ് ഇപ്പൊ നേരത്തെ പറയുന്നതിൽ കുറച്ച് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോഴും സ്റ്റീരിയോ മിക്സ് തന്നെയാണ്. അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തീം വ്യൂവർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, ഇൻഷാല്ല അത് റെഡിയാക്കി തരാം. അത് നിങ്ങൾ ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, അത് റെഡിയാക്കി തരാവുന്നതേ ഉള്ളൂ. ഓക്കെ, തീം വ്യൂവർ അറിയോ നിങ്ങൾക്ക്? മുസബാസ്, തീം വ്യൂവർ അറിയോ?
തീം വ്യൂവർ അറിയോ? നിങ്ങൾ ടെക്സ്റ്റ് ഒന്നും കാണാത്തോണ്ടാണ് നേരത്തെ ഇതുപോലെ മൈക്ക് വിട്ടത്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണം ടെക്സ്റ്റിലൂടെ. ഓക്കെ, ലിങ്ക് കൊടുക്കാനൊന്നുമില്ല. അദ്ദേഹം കേൾക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് പ്രതികരിക്കുക. അല്ലെങ്കിൽ അദ്ദേഹമായി PM ഓക്കെ അറിയില്ല എങ്കിൽ നിങ്ങളൊന്ന് പെട്ടെന്ന് ടെക്സ്റ്റ് അടിക്കണം. കാരണം ഒരുപാട് ആൾക്കാർ PM-ലൂടെ ഇവിടെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഇപ്പോൾ ചീത്ത പറയൽ തുടങ്ങിയാണ് PM വായിക്കാഞ്ഞിട്ട്. അപ്പോ പിന്നെ നിങ്ങൾ www.sunniGlobalVoice.com സൈറ്റ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ഡൗൺലോഡ് എന്ന ഒരു ഓപ്ഷൻ കാണാം മുകളില്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീം വ്യൂവർ എന്നൊരു സോഫ്റ്റ്വെയർ അതിനകത്ത് കാണാം. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് യുവർ ID എന്ന് പറഞ്ഞിട്ട് ഒരു ID കാണാം, 9 ഒക്കെ ഉള്ള ഒരു നമ്പർ. ആ നമ്പറും അതിന്റെ പാസ്വേഡും ഈ ക്ലാസ് റൂമിനകത്തുള്ള ഇപ്പൊ ജാറങ്കണ്ടി അല്ലെങ്കിൽ MPL അരീക്കോട് ഇല്ലെങ്കിൽ എനിക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങൾ PM-ലൂടെ അറിയിക്കുക. ഫ്രീ ഉള്ള സമയമാണെങ്കിൽ ഇൻഷാല്ലാ ഞങ്ങൾ മൂന്നിൽ ആരെങ്കിലും ഒരാള് നിങ്ങളുടെ സിസ്റ്റം എന്ത് ചെയ്യാം, അത് പോലുള്ള വോയിസ് പ്രോബ്ലം സെറ്റ് ചെയ്ത് തരാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് ആൾക്കാർ PM ചെയ്തിട്ടുണ്ട്. ഇനി ആരും ദയവേത് PM ചെയ്യില്ല, ഒരു PM കാണുന്നില്ല എന്ന് അറിയിക്കുന്നു. എന്തായാലും മൂസ അബ്ബാസ്, ഇപ്പൊ ഏറെക്കുറെ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പ്രശ്നം അതിനകത്ത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ മിക്സറിൽ സെറ്റിംഗ്സ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. ഇൻഷാല്ലാ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ റെഡി ആവുന്ന പ്രശ്നങ്ങളെ നിങ്ങളുടെ സിസ്റ്റത്തിനുള്ളൂ. ഓക്കെ, നിങ്ങൾ അത് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ തീം വ്യൂവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഫോൺ ചെയ്യാം. ഓക്കെ, ഫോൺ ചെയ്താൽ മതി. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഫോൺ ചെയ്യരുത്. നമ്പർ നിങ്ങൾക്ക് PM-ലൂടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും നിങ്ങൾ ഫോൺ ചെയ്യാം. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ MPL അരീക്കോട് വന്നിട്ടുണ്ട്. അദ്ദേഹം മൈക്ക് എടുക്കട്ടെ. നേരത്തെ ചോദിച്ച ചോദ്യകർത്താവിനൊന്ന് വിശദീകരിച്ചതിന് ശേഷം അടുത്ത ആൾ മൈക്കിലേക്ക് വരാം. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചു സുബൈർ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ഇവിടെ ലിങ്ക് എടുക്കാം. ആ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ വിൻഡോസ് 7 USB ഓർ DVD ഡൗൺലോഡ് ടൂൾ എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ കിട്ടും. അത് മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റിന്റെ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. ഞാൻ ലിങ്ക് ഒന്നുകൂടെ അടിക്കാം. ഇത് പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. അതിലുണ്ട് ആ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് അതിലുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ പിന്നെ ഇമേജ് ഫയൽ തന്നെ വേണം. വിൻഡോസിന്റെ ഇമേജ് ഫയൽ, അത് CD-ന്റെ ആ CD നിങ്ങൾ ഇമേജ് ചെയ്ത് നേരോന്ന് ഇമേജ് ചെയ്ത് വെച്ചത് കിട്ടൂല. വിൻഡോസിന്റെ ഇമേജ് ഫയൽ തന്നെയാണ്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് PM തരുമെന്ന് ഒരു PM ഞാൻ അതിലേക്ക് ലിങ്ക് തരാം. അത് പബ്ലിക്കിൽ അങ്ങനെ കൊടുക്കാൻ കഴിയില്ലത്. വിൻഡോസിന്റെ ഇമേജ് ഫയല് അത് നിങ്ങൾ OS അതിൽ ഒറിജിനൽ ഉണ്ടെങ്കിൽ അത് ഏത് വേർഷൻ ആണെന്ന് കിട്ടിയാൽ ആ വേർഷൻ തന്നെ ചെയ്യായിരുന്നു. ആ ഒറിജിനൽ അതേ വേർഷൻ തന്നെ ചെയ്യായിരുന്നു. സുബൈർ കേൾക്കുന്നുണ്ടോ? സുബൈർ ചന്തട സുബൈർ കേൾക്കുന്നുണ്ടോ? ഒറിജിനൽ അല്ല. എന്നാ പിന്നെ ഞാൻ വേറെ ലിങ്ക് തരാം. ആ ലിങ്ക് ഒറിജിനൽ ആണ്, പക്ഷെ അത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഓക്കെ, ഈ ഇപ്പൊ നിങ്ങൾ തന്ന ലിങ്കിൽ പോവാ. ഫസ്റ്റ് നിങ്ങൾ ആദ്യം ഇത് ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ തന്ന ലിങ്ക് ഡൗൺലോഡ് ആ വിൻഡോസിന്റെ USB ബൂട്ടബിൾ ആക്കാനുള്ളത് ഫസ്റ്റ് തന്ന ലിങ്ക് ചെയ്യാം. പിന്നെ പബ്ലിക്കിൽ അടിച്ചേ മൈക്രോസോഫ്റ്റിന്റെ. എന്നിട്ട് മൈക്രോസോഫ്റ്റിന്റെ സൈറ്റ് തന്നെ ഒറിജിനൽ ആണ് ഇപ്പൊ ഞാൻ തന്ന ലിങ്ക്. അത് പ്രൊഫഷണൽ 64 ബിറ്റിനാണ് ഇപ്പൊ തന്നത്. വിൻഡോസ് 7 64 സർവീസ് പാക്ക് 1 64 ബിറ്റ് ISO ഫയല്. അതിൽ പോയി അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് പിന്നെ PM ചെയ്തായിരുന്നു. അത് ഡൗൺലോഡ് ചെയ്ത് അഥവാ വിൻഡോസ് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിലുണ്ട് അത് എങ്ങനെ ചെയ്യാന്നുള്ള ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് അതിലുണ്ട്. ഇപ്പൊ തന്ന ആ പബ്ലിക്കിൽ അടിച്ച ലിങ്കില് എന്താ ചെയ്യേണ്ടത് പിന്നെ സ്റ്റെപ്പ് ആയിട്ട് അതിലുണ്ട്. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് അത് കംപ്ലീറ്റ് വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്ന് PM ചെയ്തെപ്പോഴെങ്കിലും ഒന്ന് ഫ്രീ ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ചെയ്യേണ്ട രൂപം. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ശബ്ദം കേൾക്കുന്നില്ലേ? എന്റെ ഹലോ, എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ഓക്കെ, അല്ല എന്റെ കയ്യിലുള്ളത് ചില വിൻഡോസ് XP ആണ്, ഡെസ്ക്ടോപ്പ് ആണ്. അപ്പോ ആൻഡ്രോയിഡ് ഫോൺ മറ്റേത് S3 എന്റെ കയ്യിലുണ്ട്. സാംസങ്ങിന്റെ S3 എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ എനിക്ക്
പിന്നെ അതിലേക്ക് നെറ്റ് കണക്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന വേറെ മറ്റേ ഇത് കുത്തിയിട്ടാണ് ചെയ്യുന്നത്. ആ സിം ഊരിയിട്ട് മോഡത്തിലിട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് അത് ഫോണിൽ തന്നെ കേബിൾ കുത്തിയിട്ട് പിന്നെ അതിലേക്ക് നെറ്റ് കണക്ട് ചെയ്യാനുള്ള മാർഗം എന്താണ് ഒന്ന് പറഞ്ഞു നന്നായിരുന്നു. മൈക്രോലിസിൽ അസ്സലാമു ഓക്കെ, അതിന് വയറ് കുത്തിയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വയർലെസ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ലാപ്ടോപ്പ് ആണോ യൂസ് ചെയ്യുന്നത്? ഡെസ്ക്ടോപ്പ് ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ, സോറി. കേബിൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ സാംസങ്ങിന്റെ ഒരു PC സ്യൂട്ട് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. സാംസങ് ഫോണ് PC-യുമായി കണക്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് സാംസങ്ങിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാലും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതല്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ് പിന്നെ സിസ്റ്റവുമായി കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സിസ്റ്റത്തിനകത്ത് നിങ്ങളെ ഫോണിനകത്ത് നിങ്ങൾ അതിന്റെ ഡാറ്റ പാക്കേജ് എനേബിൾ ചെയ്യണം. ഡാറ്റ പാക്കേജ് എനേബിൾ ചെയ്ത് അതറിയാലോ അല്ലേ? ഫോണിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് നെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് എനേബിൾ ചെയ്യുന്നത് അതൊക്കെ എനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സിസ്റ്റത്തിനകത്ത് നിങ്ങൾ പുതിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾ ആ സാംസങ്ങിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കാണാം നിങ്ങൾക്ക് അതിനകത്ത് നെറ്റ് കണക്ട് ചെയ്യണോ വേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ അതിനകത്തുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തും കണക്ട് ചെയ്യാം. പിന്നെ മറ്റൊരു വഴി നിങ്ങൾക്ക് ഇതിനകത്ത് S3-കകത്ത് നിങ്ങൾക്ക് വൈഫൈ സംവിധാനമുണ്ട്. നിങ്ങളെ ഫോണിനകത്തുള്ള നെറ്റ് വൈഫൈ ആയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് വിടാനുള്ള സംവിധാനമുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡെസ്ക്ടോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു വൈഫൈ അഡാപ്റ്റർ ഏതെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വൈഫൈ ആയിട്ട് തന്നെ മൊബൈലിനകത്തുള്ള നെറ്റ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അലി VKD. ഓക്കെ, സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് ഇപ്പൊ എന്റെ കയ്യിലില്ല. ഇൻഷാല്ലാ എടുത്തു തരാം. ഇപ്പോ ഇതിനിടയിൽ എടുക്കാൻ കഴിയുന്നതല്ല. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ PM ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ അത് കണക്ട് ചെയ്യുന്നതിന്റെ രീതി എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഞാൻ എടുത്തു തരാം. ഏത് സോഫ്റ്റ്വെയർ ആണ് S3-ക്ക് വേണ്ടതെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തരാവുന്നതാണ്. ഓക്കെ, അടുത്ത ആൾ മൈക്ക് എടുത്തോളൂ. മൈക്ക് റിലീസ് ചെയ്തു. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ കുറെ നേരമായി മൈക്ക് എടുക്കണോ. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു. ഞാൻ എന്റെ ലാപ്ടോപ്പാണ് പിന്നെ വിൻഡോസ് 7. അതില് സ്റ്റീരിയോ ഇതില് സിസ്റ്റത്തിലുള്ള ഓഡിയോസും നമ്മളെ മൈക്രോഫോണും പാടെ മിക്സ് ആയിട്ട് വർക്ക് ചെയ്യണില്ല. അത് എന്തെങ്കിലും മാർഗം ഉണ്ടോ? കുറെ കാലമായി ചോദിച്ചണം എഴുതിയിട്ട് നിൽക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ഏതാണ്? കമ്പനി ഏത് കമ്പനിയുടെ സിസ്റ്റം യൂസ് ചെയ്യുന്നത്? ഏത് കമ്പനിയുടെ സിസ്റ്റം യൂസ് ചെയ്യുന്നത്? ഡെല്ലാണല്ലേ? ഡെല്ലിനകത്ത് അത് റിസ്ക് ആണ് രണ്ടും കൂടി ഒരേ സമയത്ത് യൂസ് ചെയ്യല്. ഡെല്ലിനകത്ത് അതിനകത്തുള്ള ഓഡിയോ ഡ്രൈവർ ഏതാണെന്ന് പറഞ്ഞു തരാൻ പറ്റും? അതിന്റെ ഹൈ ഡെഫിനിഷൻ റിയൽ ടെക് ആണോ? ഡെല്ലിനകത്ത് സാധാരണ ഇത് റിയൽ ടെക് വരാറില്ല. ഡെല്ല് മോഡൽ നമ്പറും കൂടി ഒന്ന് അടിക്കുമോ നിങ്ങള്? ഡെല്ലിന്റെ മോഡൽ നമ്പറും കൂടി ഒന്ന് അടിക്കുവോ ലത്തീഫ്? ഡെല്ലിന്റെ മോഡൽ നമ്പറും കൂടി ഒന്ന് അടിക്കുവോ? ഏതാണെന്നൊന്ന് അടിക്കുവോ? ഓക്കെ, നിങ്ങൾ അതിന്റെ മോഡൽ നമ്പർ നോക്കിയോളൂ. അതിന്റെ അടിയില് ഹിഷാമയൊക്കെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹിഷാമയൊക്കെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ അതിന്റെ ഓഡിയോ ഡ്രൈവ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആദ്യം അതിന്റെ ഓഡിയോ ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പിന്നെ നിങ്ങൾക്ക് മൈക്ക് എടുക്കാനും സംസാരിക്കാനും വോയിസ് കേൾക്കുകയുള്ളൂ. ആദ്യം നിങ്ങൾ അതിന്റെ ഓഡിയോ ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യും കറക്റ്റ് ആയിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങളെ സിസ്റ്റം ഏതാണെന്നും അതിന്റെ മോഡൽ നമ്പറും നിങ്ങളെ ഉപയോഗിക്കുന്ന സിസ്റ്റം 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങൾ PM നൽകുക. അല്ലാതെ ജസ്റ്റ് നിങ്ങൾ പിന്നെ
എനിക്ക് സൗണ്ട് വർക്കില്ല, മൈക്ക് കിട്ടുന്നില്ല എന്ന് മാത്രം PM ചെയ്ത് ഒരുപാട് ബസ് ഇങ്ങനെ നിർത്താതെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഇവിടുന്ന് പറഞ്ഞുതരാൻ കഴിയൂല. നിങ്ങളുടെ കയ്യിലുള്ള സിസ്റ്റമാണ്, അതിന്റെ ഡീറ്റെയിൽസ് തരാതെ ഞങ്ങൾ എങ്ങനെ ഇവിടുന്ന് നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞുതരാൻ പറ്റും? അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ PM-ലൂടെ അറിയിക്കുന്നവര് എന്താണോ കംപ്ലൈന്റ് എങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ഏതാണോ, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ ഉപയോഗിക്കുന്നത് അത്, ആ സിസ്റ്റത്തിന്റെ മോഡൽ നമ്പർ, അതുപോലെ അതിന്റെ ഏത് ബിറ്റിലാണോ ഉപയോഗിക്കുന്നത്, 32 ബിറ്റ് ആണെങ്കിൽ അത്, 64 ബിറ്റ് ആണെങ്കിൽ അത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളാണ് അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിയിക്കുന്നു സുഹൃത്തിനെ. ഓക്കെ, എയ്സർ ആണെങ്കിൽ എയ്സറിന്റെ മോഡൽ നമ്പർ, അതിന്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പബ്ലിക്കിൽ അല്ലെങ്കിൽ PM-ലൂടെ അടിച്ചോളൂ. പബ്ലിക്കിൽ ഇനി ഒരുപാട് ടെക്സ്റ്റ് വരും, അപ്പൊ അത് കോപ്പി ചെയ്ത് എടുത്തേക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഒരു അല്പസമയം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ലൈവായിട്ട് മൈക്ക് എടുത്ത് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ PM-ൽ നമ്മൾ മറുപടി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചോദിക്കുന്നത് കേൾക്കാൻ പറ്റില്ല, അത് ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് PM ചെയ്യുന്നവരോട് ഒരു അല്പസമയം വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ. നിങ്ങളുടെ മുന്നേ PM ചെയ്തിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ നമ്മുടെ മഷൂദൊക്കെ ഒരുപാട് സമയമായിട്ട് PM ചെയ്തിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അവർക്ക് അതിന്റെ ലിങ്ക്, ഒരു ചെറിയൊരു ലിങ്ക് കിട്ടാൻ വേണ്ടി മാത്രം. അപ്പൊ ഓരോരുത്തരായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യണ്ടേ? ഒരുപാട് PM-കൾ വന്ന് നിറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അതുവരെ ക്ഷമിക്കുക സുഹൃത്തുക്കൾ എല്ലാവരും. പിന്നെ ഒന്ന് സഹകരിക്കുക എല്ലാവരും. ഓക്കെ, മൈക്ക് വിട്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ എൻ്റെ ഈ സിസ്റ്റത്തിൽ ബൈലക്സ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹാങ് ആയി പോകുന്നു. പിന്നെ മൗസൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ രണ്ടാമത് ഞാൻ പവർ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ ഇങ്ങനെ ഹാങ് ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യാനെന്ന് ചോദിച്ചു. അങ്ങനെ അൽസൈഫ് റിയാദ്, നിങ്ങൾ ഏത് ആന്റിവൈറസ് യൂസ് ചെയ്യുന്നത്? ആന്റിവൈറസ് ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ആന്റിവൈറസ് ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? അവസ്ഥയുണ്ട്. ഓക്കെ, അത് ഹാങ് ആവുന്ന സമയത്ത് എന്തെങ്കിലും സിസ്റ്റം ഓഫ് ചെയ്യുന്ന എന്തെങ്കിലും മെസ്സേജുകൾ വരുന്നുണ്ട്, എറർ മെസ്സേജ്? അത് മൊത്തത്തിൽ സിസ്റ്റം ഹാങ് ആവുകയാണോ? ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് പരിപാടി അതൊന്ന് ഫോർമാറ്റ് ചെയ്യുന്നതാണ്. സിസ്റ്റം ഒന്ന് ഫോർമാറ്റ് ചെയ്യുക. ഏതെങ്കിലും ഫയൽ മിസ്സിങ്ങോ അല്ലെങ്കിൽ കൂടുതലും ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് വൈറസ് പ്രോബ്ലം കൊണ്ടാണ് കൂടുതലും വരാറുള്ളത്. ജസ്റ്റ് ഒന്ന് സിസ്റ്റം ഫോർമാറ്റ് ചെയ്യുക. അതല്ല ബൈലക്സ് മാത്രം യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നമെങ്കിൽ ബൈലക്സ് ഒന്ന് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തിട്ട് അതിനകത്തുള്ള രജിസ്റ്റർ ഫയലുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ബൈലക്സ് ഒന്ന് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത് ബൈലക്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ റെഡി ആവുന്നതാണ്. എന്തായാലും നിങ്ങൾ ഇത്തരം കംപ്ലൈന്റുകളൊന്നും വരുന്നത് നമുക്ക് ഇവിടുന്ന് പറഞ്ഞു തന്നിട്ട് ചെയ്യാൻ കഴിയുന്നതല്ല. എന്താണ് ആ കംപ്ലൈന്റ് എന്ന് നമ്മൾ നേരിട്ട് കാണാത്തതുകൊണ്ട് അതുകൊണ്ട് കഴിയുന്നതും ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യനെ കാണിക്കുന്നതാവും ബെറ്റർ എന്ന് അറിയിക്കുന്നു. എന്തായാലും ലത്തീഫ് 322 DD7 എന്ന് നിങ്ങൾ നേരത്തെ അടിച്ചിരുന്ന അത് തന്നെയാണ് അതിന്റെ മോഡൽ നമ്പർ? അത് തന്നെയാണ് അതിന്റെ മോഡൽ നമ്പർ. പുതിയതാണോ പഴയതാണോ സിസ്റ്റം? ലത്തീഫ് നേരത്തെ ചോദിച്ചിരുന്ന ന്യൂ സിസ്റ്റം ആണോ? പുതിയ ലാപ്ടോപ്പ് ആണോ? പുതിയതാണോ ലാപ്ടോപ്പ്? ലത്തീഫ് Core i3. ഓക്കെ, Core i3 വന്നിട്ടുള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ എങ്ങനെയായാലും അതിനകത്ത് റിയൽ ടെക്കിന്റെ അത് ആവില്ല. പിന്നെ അതിന്റെ ഹൈ ഡെഫിനിഷൻ ഓഡിയോ ഡ്രൈവർ വന്നിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഡെല്ലിനകത്ത് നിങ്ങൾ പറഞ്ഞ ആ സംവിധാനം അതിന്റെ കറക്റ്റ് വേയിൽ ചെയ്യൽ റിസ്ക് ആണ്. ഇനി മറ്റെന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മറ്റുള്ള ലാപ്ടോപ്പുകൾ ഇപ്പൊ റിയൽ ടെക്കിന്റെ ഓഡിയോ ഡ്രൈവർ വരുന്ന സിസ്റ്റത്തിനകത്തൊക്കെ IDT പിന്നെ റിയൽ ടെക്കിനകത്ത് വരുന്നതൊക്കെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് തന്നെ അതിന് സംവിധാനം ഉണ്ട്, അത് മിക്സ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കൂടുതൽ പേര് അത് യൂസ് ചെയ്യുന്നത് റിയൽ ടെക് യൂസ് ചെയ്യുന്നവരാണ് കൂടുതലും ഈ മിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റീരിയോ മിക്സും മൈക്കും ഒരുപോലെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഡെല്ലിനകത്ത് അത് റിസ്ക് ആണ്. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഇനി ആർക്കെങ്കിലും അതിന്റെ കറക്റ്റ് വേല അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്.
ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്നറിയിക്കുന്നു. ഓക്കെ. എന്തായാലും പിന്നെ ലത്തീഫ്, നിങ്ങൾക്ക് അതിന്റെ സർവീസ് ടാഗ് ഒന്ന് തരാൻ കഴിയുമോ? അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ താഴെ സിസ്റ്റത്തിന്റെ മോഡൽ നമ്പറൊക്കെ എഴുതി കൊടുത്ത് അതിനൊരു സർവീസ് ടാഗ് കൊടുത്തിട്ടുണ്ടാവും. ആ സർവീസ് ടാഗ് നിങ്ങളൊന്ന് PM-ലൂടെ അറിയിക്കുമോ? നമ്മൾ ശ്രമിച്ചു നോക്കാം. ചെക്ക് ചെയ്തതിന്റെ ശേഷം ഇൻഷാല്ലാ അതിന്റെ ഒരു ഫൈനൽ ഇത് പറഞ്ഞുതരാം. ജസ്റ്റ് അതിന്റെ ഒന്ന് സർവീസ് ടാഗ് ഒന്ന് PM-ലൂടെ നൽകിയാൽ മതി. ലത്തീഫിനെ അറിയിക്കുന്നു. എന്നാൽ മൈക്കൂട്ടും അടുത്താൾ മൈക്കെടുത്തോളൂ. അസ്സലാമലൈക്കും. അസ്കർ ഭായ്, ഞാൻ വേറെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഐസറിന്റെ മിനി ഒരു ലാപ്ടോപ്പ് ഉണ്ട്, മിനി സെറ്റ്. അതിന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പാസ്വേഡ് ഇട്ടിരുന്നു. അത് ആരോ പാസ്വേഡ് മാറ്റി അടിച്ചത് കാരണം ആ പാസ്വേഡ് ഇപ്പൊ രണ്ടാമത് ഓപ്പൺ ആക്കി വെക്കുമ്പോൾ ചോദിക്കുന്നത് പാസ്വേഡ് ചേഞ്ച് എന്നാ പറയുന്നത്. അതായത് ഇപ്പൊ ഓപ്പൺ ആക്കാൻ മാർഗമല്ല, വേറെ ആരോ ഓൺ ആക്കിയ സമയത്ത് പാസ്വേഡ് മാറ്റി അടിച്ചു പോയതാണ് ഫോണിന്. ഇപ്പൊ അത് ഓൺ ആകുന്നില്ല. ഇപ്പൊ ഓൺ ആക്കി കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും, അതിന് ഉള്ളിൽ കിടക്കാൻ പറ്റൂല. കാരണം പാസ്വേഡ് മാറി എന്ന് പറയുന്നത്. ഇപ്പൊ ആ സെറ്റ് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നമുക്ക് വീണ്ടും ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും? ഓക്കെ. പിന്നെ MPL അരീക്കോട് ശബ്ദം കേൾക്കുന്നുണ്ടോ? അതിന് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റിയ അലിക്കോട് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. അതിന്റെ കറക്റ്റ് വേറെ തന്നെ പറഞ്ഞുതരും. ഓക്കെ, മൈക്കോട്ട് മൈക്കോട്ട്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ചോദിച്ച ആള് ഹംസ എലാട്, അതില് വിൻഡോസ് ഏതാണുള്ളത്? പിന്നെ വിൻഡോസ് 7 സ്റ്റാർട്ടർ എഡിഷൻ ആണ് ഇതിലുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹംസ എലാട്, സ്റ്റാർട്ടർ എഡിഷൻ ആണുള്ളത്. വിൻഡോസ് 7 സ്റ്റാർട്ടർ എഡിഷൻ. അതെ, അത് ആരും മാറ്റിയതല്ല. സ്റ്റാർട്ടർ എഡിഷനില് ഓൾറെഡി അത് 3 മാസമാണ് പാസ്വേഡ് അതിൽ നിൽക്കുള്ളൂ. കേൾക്കുന്നുണ്ടോ? സ്റ്റാർട്ടർ എഡിഷൻ തന്നെ ഉള്ളത്. പിന്നെ സിസ്റ്റം തന്ന സമയത്തുള്ള അതിൽ ഓൾറെഡി ഉള്ള വോയിസ് അല്ലേ? വിൻഡോസ് 7 സ്റ്റാർട്ടർ എഡിഷൻ ആണല്ലോ ഉണ്ടായാല് ടീച്ചറില്. ഇവിടെ ഹംസ കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്നാ പിന്നെ അത് നിങ്ങൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഷോപ്പ് കൊണ്ടുപോയിട്ട് അതിന്റെ പാസ്വേഡ് റിമൂവ് ചെയ്യാനുള്ള ഡോസിലൂടെ കയറിയിട്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ കമ്പ്യൂട്ടർ ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വരും. അതിപ്പോ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടോ ചെയ്യാൻ കഴിയൂല. അത് കമ്പ്യൂട്ടർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ആ പാസ്വേഡ് റിമൂവ് ചെയ്യാം. സ്റ്റാർട്ടർ എഡിഷനിൽ 3 മാസമാണ് നിൽക്കുള്ളൂ പാസ്വേഡ്. അതാരും മാറ്റുന്നല്ല. നിങ്ങളത് ഒഴിവാക്കി കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്റ്റാർട്ടർ എഡിഷൻ ഒഴിവാക്കിട്ടോ പിന്നെ കുറച്ച് കപ്പാസിറ്റി കുറഞ്ഞ OS ഇടുക. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? അപ്പൊ ഞങ്ങൾക്ക് അത് ഓൺലൈനിലൂടെ പറഞ്ഞിട്ട് അത് പിന്നെ കുറച്ച് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പിന്നെ PMI അതായത് ചെറിയൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് CD-യിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണത്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് ബുദ്ധിമുട്ടില്ല, അത് അറിയാത്തവർക്ക് പിന്നെ ബുദ്ധിമുട്ടാണത്. കാരണം വേറെ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ബൂട്ടബിൾ ആയിട്ട് CD-യിലേക്ക് കോപ്പി ചെയ്ത് ചെറിയ ആകെ 12 KB ഉള്ളൂ. പക്ഷെ അത് ചെയ്യാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ്. അതിനാൽ നിങ്ങൾ അത് ഏതെങ്കിലും ഷോപ്പ് കൊണ്ടുപോയിട്ട് അവരത് റിമൂവ് ചെയ്ത് പുതിയ പാസ്വേഡ് ഇട്ട് തരും. അല്ലെങ്കിൽ പിന്നെ അതിൽ വേറെ യൂസർ ക്രിയേറ്റ് ചെയ്തു. ഈ ഓപ്ഷനെ സ്റ്റാർട്ട് എഡിഷനിലുള്ളൂ. ഒക്കെ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. ലിംബ്ര 1159. ഇപ്പൊ നിങ്ങളുടെ എല്ലാ ഡോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ഡോട്ട് അതിനുണ്ടായിരുന്നത്. ഒരു പക്ഷേ നിങ്ങൾ റൂമിനകത്ത് ഓൾ ഡോട്ട് ഇട്ട സമയത്ത് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും വരുന്ന സമയത്ത് ആ ഡോട്ട് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ സംഭവിച്ചതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടെക്സ്റ്റ് അടിച്ചതിന്റെ പേരിൽ ഡോട്ട് ഇട്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് ടെക്സ്റ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മറ്റ് ലിങ്കുകളോ മറ്റു റൂമുകളുടെ പരസ്യങ്ങളോ ഈ റൂമിൽ അലൗഡ് അല്ല. അതുപോലെ ഫ്ലവർ അല്ലാത്ത ഐക്കണുകളും ഇവിടെ അനുവദിക്കുന്നതല്ല എന്ന് അറിയിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. അത്തരം ടെക്സ്റ്റുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അഡ്മിന്മാർ ഡോട്ട് ഇടുന്നതാണ്. ഓക്കെ, അല്ലാതെ ഒരാൾക്കും വെറുതെ ഡോട്ട് ഇടുന്നതല്ല. ഇല്ലെങ്കിൽ ഓൾ ഡോട്ട് ഇട്ട സമയത്ത് നിങ്ങൾ റൂമിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സമയത്ത് എന്താവും? അത് ഡോട്ടിൽ തന്നെ ആയിരിക്കും കാണിക്കുക എന്ന് അറിയിക്കുന്നു. എന്തായാലും മഷൂദ് ശബ്ദം കേൾക്കുന്നുണ്ടാ? നേരത്തെ സ്റ്റീരിയോമിക്സിന്റെ ഇതല്ലേ നിങ്ങൾ ചോദിച്ചിരുന്നത്? ഓക്കെ, നിങ്ങളുടെ PM-ലൂടെ നിങ്ങളുടെ ആ സിസ്റ്റത്തിന്റെ കറക്റ്റ് ഡ്രൈവർ, ഓഡിയോ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് നിങ്ങൾ PM-ൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആ PM-ൽ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് പിന്നെ ഗൂഗിൾ ക്രോമിൽ ഇതിലെങ്കിലും ഓപ്പൺ ചെയ്യുക.
ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് സിസ്റ്റം റീസ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റീരിയോമിക്സ് വർക്കാവുന്നതാണ് എന്ന് അറിയിക്കുന്നു. അദ്ദേഹത്തിന് അടുത്ത ആൾ മൈക്കെടുത്തോളൂ. മൈക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ ഓക്കെ. ഉസ്താദ്, എനിക്ക് എൻ്റെ അടുത്തൊരു സാംസങ് S2 മൊബൈൽ ഉണ്ട്, ആൻഡ്രോയിഡ്. അപ്പൊ അതില് മലയാളം സോഫ്റ്റ്വെയർ ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഫേസ്ബുക്കിലോ അതുമാതിരി അതിലൊന്നും മലയാളം എഴുത്ത് കാണുന്നില്ല. അപ്പൊ അതൊന്ന് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ. നിങ്ങൾക്ക് ആൻഡ്രോയിഡിനകത്ത് അത്തരം കാര്യങ്ങളൊക്കെ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞ് മലയാളം ഫോണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടെണ്ണം കിട്ടുന്നുണ്ട്. അതിലിപ്പോൾ ഏതൊക്കെ പേര് പറഞ്ഞുതരാൻ എനിക്കറിയില്ല കാണാതെ. ഒരുപാടെണ്ണം കിട്ടുന്നുണ്ട്. മലയാളം ടൈപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ആൻഡ്രോയിഡിന്റെ പ്ലേ സ്റ്റോറിനകത്ത് ലഭ്യമാണ്. അപ്പൊ അത് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോണ്ട് മലയാളത്തിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യാനും അതുപോലെ മലയാളം ടെക്സ്റ്റുകൾ വായിക്കാനും ആൻഡ്രോയിഡിനകത്ത് സാധിക്കും. അത് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറുക, അതിനകത്ത് സെർച്ച് ചെയ്യുക. അതൊക്കെ ഇപ്പൊ ചോദിച്ചത് ആരാണ്? മൊയ്തുട്ടി CKS ആണ് ചോദിച്ചത്. അവിടെ തന്നെ ആൻഡ്രോയിഡിന്റെ ഉസ്താദന്മാരോട് യൂസുഫ് കല്ലുവെട്ടുപാറ, മാഷാ അല്ലാ, നമ്മുടെ പഴയ ദായായിട്ടുള്ള യൂസുഫ് കല്ലുവെട്ടുപാറ ഉസ്താദ് കൂടെ ഉണ്ട്. അവർക്കൊന്ന് ജസ്റ്റ് PM ചെയ്ത് കഴിഞ്ഞാല് യൂസുഫ് ഉസ്താദ് അതിന്റെ ഏത് ഫോണ്ടാണെന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് പബ്ലിക്കിൽ കൊടുത്തു കഴിഞ്ഞാല് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത്. അതവിടെ വലിയ അക്ഷരത്തിൽ ഇതാ വരുന്നു. ആ സുഹൃത്ത് ജസ്റ്റ് അതൊന്ന് ഇതേപോലെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഫോണ്ട് ഒമിസറോ, ഫോണ്ട് ഒമിസർ അല്ലേ? ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മിസർ ആണെങ്കിൽ പിന്നെ അതിന്റെ മുന്നിൽ എന്തിനാണ് ഒരു ഓട്ട് എടുത്തത്? അപ്പൊ എന്തോ ആവട്ടെ, എങ്ങനെ വായിക്കാലോ, ഇംഗ്ലീഷ് ആയതുകൊണ്ട്. അപ്പോ അതും ജസ്റ്റ് സെർച്ച് ചെയ്യുക, അതൊന്ന് ഡൗൺലോഡ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് ഫോണ്ട് വർക്ക് ചെയ്യും. ഏതൊരു സോഫ്റ്റ്വെയർ ആയാലും അത് മൊബൈലിനകത്തായാലും സിസ്റ്റത്തിനകത്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഏത് ഡിവൈസ് ആയാലും, കമ്പ്യൂട്ടർ ആയാലും ഏതായാലും ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്യുക. എന്നെങ്കിൽ അത് കറക്റ്റ് ഇതിൽ വർക്ക് ചെയ്യും. നൂറ് സുഹൃത്തിനെ അറിയിക്കുന്നു. എന്തായാലും അത് ഡൗൺലോഡ് ചെയ്താൽ മതി. നമ്മുടെ IT ക്ലാസിന്റെ സമയം അരമണിക്കൂറിൽ കൂടുതൽ വൈകിട്ടുണ്ട്. അടുത്ത ക്ലാസ് ഷെഡ്യൂൾ ആയിട്ടുള്ള ഉസ്താദന്മാരോ പ്രവർത്തകരോ ഉണ്ടെങ്കിൽ റൈസാൻ ചെയ്യാവുന്നതാണ്. മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കൈ വയ്ക്കുന്നവർക്കൊന്നും മൈക്ക് വേണ്ടേ? സൗണ്ട് ക്ലിയർ കുറവുണ്ടാവില്ലേ? എന്റെ സൗണ്ടും കേൾക്കുന്നില്ലേ? ഹലോ, ആരോ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ ആളെത്തിയോ? ഓക്കെ. നമ്മളെ പേരാമ്പ്ര റഷീദ് ഉസ്താദ് എത്തിയിട്ടുണ്ടല്ലേ? റഷീദ് ഉസ്താദ് കുറെ ദിവസമായി. റിയൽ പ്ലെയർ ഓക്കെ കുഴപ്പമില്ല. അസ്കറിന്റെ ഒരു കോളിലാണെന്ന് പറഞ്ഞു. റിയൽ പ്ലെയർ ഡൗൺലോഡ് അത് പറഞ്ഞോ? ഇപ്പൊ ഇവിടെ MPL എരിക്കോടെ മറ്റോ പറഞ്ഞോ? ഞാൻ നിസ്കരിക്കാൻ പോയതായിരുന്നു. പറഞ്ഞൂലേ? പറഞ്ഞോ? പറഞ്ഞോന്നോ? അല്ല, എന്താ സാന്നടിച്ച? ഓക്കെ ഞാൻ പറഞ്ഞോളാം. ഇൻഷാ അല്ലാ. ഏതായാലും പിന്നെ ഒരു മിനിറ്റ് ഒന്ന് PM ചെയ്യാറേ. PM രണ്ടും കൂടെ നോക്കിയാൽ ചിലപ്പോൾ നടക്കൂല. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടിയിട്ടുണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക്. അതുവരെയുള്ള PMകളൊന്നും കണ്ടില്ല എന്ന് വെച്ചിട്ടോ. ഇൻഷാ അല്ലാ ഒരു മിനിറ്റ് ഞാൻ അതൊന്ന് ഡിസ്പ്ലേ അടക്കം കാണിച്ചു തരാം. ഓക്കെ, ഇനി ഈ ക്യാം ഒന്ന് ചെക്ക് ചെയ്യാം, പരിശോധിക്കാം. ആദ്യം ക്യാമിൽ എന്താ ഉള്ളത് നോക്കട്ടെ. ഓക്കെ. ഈ ക്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓപ്പൺ ചെയ്യുക. എന്നാൽ എന്താ ചെയ്യുന്നത് കാണുകയും ചെയ്യാം. നിങ്ങളിനി ഇതിന്റെ മുകളിൽ എന്താണ് ചെയ്യുന്നത് മനസ്സിലാവാതെ ഇടങ്ങാറാവണ്ട. എങ്ങനെ റിയൽ പ്ലെയർ ആൾറെഡി നമ്മളെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, റിയൽ പ്ലെയറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഡൗൺലോഡ് ഓപ്ഷൻ വരുന്നില്ല. നമ്മൾ ഓട്ടോമാറ്റിക് ഇതിലെല്ലാം നമ്മള് എന്താ ഈ ലിംറ ഇവിടെ പ്രൈവറ്റ് ക്യാം ആരും ഓപ്പൺ ചെയ്യരുത് ദയവേത്. ഇത് ഡെസ്ക് ടോപ്പ് സ്ക്രീൻ ക്യാമാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. അവർക്ക് ചെയ്യുന്ന വർക്ക് എന്താന്ന് കാണാൻ വേണ്ടിയിട്ട്.
റിയൽ പ്ലെയർ ആൾറെഡി സിസ്റ്റത്തിലുണ്ട്. പക്ഷെ യൂട്യൂബ് പോലത്തെ ഈ വീഡിയോ സൈറ്റുകളിൽ പോയിട്ട് ഓരോ വീഡിയോസ് നമ്മൾ എടുക്കുമ്പോൾ സാധാരണ വരുന്ന ഈ റിയൽ പ്ലെയർ ഡൗൺലോഡർ ഓട്ടോമാറ്റിക് മേലെ കാണുന്ന ലിങ്ക് കാണുന്നില്ല. അതെങ്ങനെ കാണാതായി, എങ്ങനെ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് റഷീദ് ഉസ്താദിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അദ്ദേഹം കുറെ ദിവസമായി റിയൽ പ്ലെയറിൽ ഡൗൺലോഡ് വർക്ക് ചെയ്യുന്നില്ല ഓട്ടോമാറ്റിക് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കുക. ആദ്യം നിങ്ങൾ ഉപയോഗിക്കുന്ന പിന്നെ പ്ലെയർ എന്താണ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഏത് ബ്രൗസറാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ട് പൊതുവെ ഈ വർക്കൊക്കെ നടക്കുന്നത് ഗൂഗിൾ ക്രോമിലാണ്. നമ്മൾ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. ഇനി ഈ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണട്ടോ എന്താ ചെയ്യുന്നത്. ഇത് അറിയാത്ത ആളുകൾ, അറിയുന്ന ആളുകളല്ല ഉദ്ദേശിച്ചത്, അറിയാത്ത ആളുകൾ. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഈ ക്രോമിന്റെ സൈഡിൽ കാണുന്ന മേലെ ഈ കാണുന്ന ഈ ചിഹ്നം ഒരു കുറച്ച് ലൈനായിട്ട് 3 ലൈനായിട്ട് കാണുന്ന ചിഹ്നം അല്ലെങ്കിൽ സെറ്റിംഗ്സ്, ആ സെറ്റിംഗ്സിന്റെ ഏരിയ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ടൂൾസ് എന്ന് കാണുന്ന അവിടെ ആ മെനുവിൽ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ടൂൾസിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ഈ എക്സ്റ്റൻഷൻസ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു പേജ് പ്രത്യക്ഷപ്പെടും. നമ്മൾ നേരത്തെ ഒരു പിന്നെ ആഡ് ഓൺസ് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യുന്ന ആഡ് ബ്ലോക്ക് ഒക്കെ ചെയ്യുന്ന ഈ സ്ഥലം, ഇവിടെ ഇതിൽ ഇൻസ്റ്റാൾ ആയി കിടക്കുന്ന ഒരുപാട് പിന്നെ ആഡ് ഓൺസ് എക്സ്റ്റൻഷൻസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ടാവും. അതില് നിങ്ങൾ റിയൽ പ്ലെയർ എന്ന് പറയുന്ന ഒരു ആഡ് ഓൺസ് കാണാം. റിയൽ പ്ലെയർ 1.3.3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആഡ് ഓൺസ് കാണുന്നുണ്ടല്ലോ അല്ലെ. അവിടെ ഇനേബിൾ എന്ന് പറയുന്ന ആ ബോക്സ്, ചെക്ക് ബോക്സ് ശരിയിട്ടതാണോ നോക്കുക. ഇവിടെ കാണിക്കുന്നത് പോലെ ഇനേബിൾ എന്ന് പറയുന്ന ഇനേബിൾഡ് ആണോ എന്ന് നോക്കുക. അത് ശരിയിട്ടതല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന റിയൽ പ്ലെയർ, ഇതിലുള്ള റിയൽ പ്ലെയറിലുള്ള ഓട്ടോമാറ്റിക് ഡൗൺലോഡ് എന്ത് ചെയ്യൂല, വർക്കാവൂല. അങ്ങനെ ഒരു പ്രശ്നം. അതാണ് നിങ്ങൾ ഈ റിയൽ പ്ലെയർ ഇത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ റിയൽ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തത് ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് യൂട്യൂബിൽ നിന്നും ഫയൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇത് ഇനേബിൾ ആക്കുക. ഈ ബ്രൗസർ ഒന്ന് ക്ലോസ് ചെയ്യുക. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് സാധാരണ യൂട്യൂബിൽ ഒന്ന് കയറി നോക്കുക. ഒരു യൂട്യൂബ് ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. ഒരു മിനിറ്റ് ഞാൻ പറയാം. എന്തെങ്കിലും ഒരു മർക്കസ് എന്നോ മറ്റോ ടൈപ്പ് ചെയ്യുക. ഇവിടെ കാണുന്ന ഏതെങ്കിലും സോങ്ങോ മറ്റോ എടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ ഈ പറയുന്ന ഓപ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ കണ്ടോ? ഹലോ, ഇവിടെ നിങ്ങൾ ഈ പറയുന്ന ഓപ്ഷൻ പ്രകാരം റിയൽ പ്ലെയർ വർക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ. ഇനിയിപ്പോ അടുത്ത ഒന്ന് റിപ്പീറ്റ് അടിച്ചാൽ ഇവിടെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അടുത്ത നമ്മൾ കോമൺ ആയിട്ട് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു പിന്നെ ബ്രൗസറാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുന്ന എല്ലാ PC-യിലും നമ്മൾ പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്യാതെ വിൻഡോസിൽ തന്നെ വരുന്ന ഒരു ബ്രൗസറാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. അതിൽ ഒന്ന് നോക്കാം. അത് ഓപ്പൺ ചെയ്യാം. എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മേലെ കോർണറിൽ കാണുന്ന ഈ ടൂൾസ് എന്ന് പറയുന്ന ഇതിൽ, അതായത് സെറ്റിംഗ്സ് ഇതിന്റെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡയറക്റ്റ് നമുക്ക് മാനേജ് ആഡ് ഓൺസ് കാണാം, അല്ലെങ്കിൽ സെറ്റിംഗ്സ് പോയിട്ടും ചെയ്യാം. ഇന്റർനെറ്റ് ഓപ്ഷൻസ് പോയിട്ട് ഈ ആഡ് ഓൺസ് എടുക്കാം. മാനേജ് ആഡ് ഓൺസ് ഇവിടെ എടുക്കാം. നമ്മൾ ഡയറക്റ്റ് മാനേജ് ആഡ് ഓൺസ് എടുക്കുക. അപ്പൊ അവിടെ കുറെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും, കുറെ ആഡ് ഓൺസ് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അവിടെ നോക്കുക, ഈ റിയൽ നെറ്റ്വർക്ക്സ് ഡൗൺലോഡ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് കാണാം. ഇതാണ് ഇതിൽ ഇൻസ്റ്റാൾഡ് ആയി കിടക്കുന്ന ആഡ് ഓൺസ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെ ഇത് ഇനേബിൾ ആണോ ഡിസേബിൾ ആണോ എന്ന് നോക്കുക. ഈ പറയുന്ന കോർണറിൽ താഴെ ഡിസേബിൾ ആണെങ്കിൽ ഓക്കെ ആണ്, ഇത് ഇനേബിൾ ആയി കിടക്കുകയാണ്. ഇവിടെ ഇനേബിൾ എന്നാണ് എഴുതി കാണിക്കുന്നതെങ്കിൽ അത് ഇനേബിൾ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്രൗസറിലും ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഫയല് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് പല സമയത്തും ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നം, ചില സമയത്ത് ഓട്ടോമാറ്റിക്കലി ചൂസ് ആഡ് ഓൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരും. അപ്പൊ സാധാരണ നമ്മൾ ഈ ആഡ് ഓൺസ് ഇന്നത്തെ സ്കിപ്പ് ഒന്ന് ചെയ്യട്ടെ, ആ വീഡിയോ ഒന്ന്. ഓക്കെ, കണ്ടോ? ഈ കാണുന്നത് പോലെ ഇവിടെ മേലെ കണ്ടോ, ഈ ആഡ് ഓൺസ് ഇനേബിൾ ചെയ്തപ്പോൾ ഡൗൺലോഡ് ദിസ് വീഡിയോ
ഇവിടെ മേലെ അങ്ങനെ എഴുതി കാണിച്ചു. അവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഈ വീഡിയോ ഡയറക്റ്റ് ഇങ്ങനെ ഡൗൺലോഡ് ആവും. ഈ ഇവിടെ കാണിക്കുന്നത് പോലെ ഇതിലേക്ക് ഡൗൺലോഡ് ആകും. ഇതിൽ നിന്ന് ഡൗൺലോഡ് ആകുന്ന ഫയലൊക്കെ സാധാരണ ലോക്കൽ പോയി നിൽക്കുക മൈ വീഡിയോസിലാണ്. മൈ ഡോക്യുമെന്റില് മൈ വീഡിയോസിലേക്കാണ് ഈ ഫയൽ ഡീഫോൾട്ട് ആയിട്ട് പോയി നിൽക്കുക. അതിന്റെ ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് നമുക്ക് മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പൊ അതാണ് ഈ റിയൽ പ്ലെയർ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാത്ത ആളുകൾക്കുള്ള പിന്നെ അതിന് ചെയ്യേണ്ട സംഭവം ഇതാണ്. ഇത് മനസ്സിലാത്താറുണ്ടോ? ഇതെന്താ ചെയ്തതെന്ന് മനസ്സിലാത്താറുണ്ടോ? ഏത് ബ്രൗസറിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ മോസില്ല ഫയർഫോക്സ് ആണെങ്കിൽ മോസില്ല ഫയർഫോക്സിൽ ഇതേപോലെ നിങ്ങളെ ഈ ആഡ് ഓൺസ് അവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. മോസില്ല ഫയർഫോക്സ് ഇതിലില്ല എന്നാ തോന്നുന്നു. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾഡ് അല്ലാന്ന് തോന്നണം. ഏതായാലും അത് അവിടെ ആഡ് ഓൺസ് പോയിട്ട് ഈ റിയൽ പ്ലെയർ എന്ത് ചെയ്യാ, അണേബിൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അണേബിൾ എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്? അത് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഏതായാലും പിന്നെ അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഏതായാലും ഈ സാധാരണ നോർമലി വർക്ക് ആവുന്ന കമ്പ്യൂട്ടറിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നോർമലി വർക്ക് ആവാനുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മുടെ അബൂഫായിസ് ഉസ്താദ് പറഞ്ഞ ആ ഓപ്ഷൻ എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യം, ആ റഷീദ് പേരാമ്പ്ര എന്ന ഐഡിയുള്ള ഉസ്താദിന് മനസ്സിലായ സംഭവം, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് കാര്യമായിട്ട് പറഞ്ഞത്. കാരണം പിന്നെ അദ്ദേഹം കുറെ ദിവസമായി ഇതുമായിട്ട് ഇങ്ങനെ എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ ഞാൻ സ്കൈപ്പ് ഡൗൺലോഡ് ചെയ്ത എന്താണ് അതെന്തോ ഡൗൺലോഡ് എററായിരിക്കും. ഓക്കെ റഷീദ് ഉസ്താദിന് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ. പിന്നെ അദ്ദേഹം ചോദിച്ച അടുത്തൊരു വിഷയം എന്താന്ന് വെച്ചാല് പിന്നെ എങ്ങനെയാണ് പിന്നെ റെക്കോർഡർ ഒന്നുകൂടി പറയണോ? ഞാൻ ഈസി ആയിട്ട് എല്ലാവരെയും സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ബ്രൗസർ പറയാം. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ആദ്യം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പിന്നെ അതിന്റെ ഒരു മിനിറ്റ്, എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഈ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഈ കോർണറിൽ കാണുന്ന സെറ്റിംഗ്സ് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ മാനേജ് ആഡ് ഓൺസ്, ഈ കാണിക്കുന്ന പോലെ ക്യാമിൽ കാണിക്കുന്ന പോലെ മാനേജ് ആഡ് ഓൺസ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടും. ആ വിൻഡോയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക താഴേക്ക്. ഏറ്റവും താഴെ റിയൽ നെറ്റ്വർക്ക് എന്നതിന്റെ ആ ലൈനിൽ കാണാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റിയൽ പ്ലെയർ, റിയൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആഡ് ഓൺസ് കാണാം. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇത് ഡിസേബിൾ ആയി കിടക്കുകയാണെങ്കിൽ താഴെ കോർണറിൽ ഇവിടെ ഇനേബിൾ എന്ന് കാണാം. ഡിസേബിൾ ആയിട്ടാണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് ഡിസേബിൾ ആയി കിടക്കുകയാണെങ്കിൽ അവിടെ ഇനേബിൾ എന്ന ആ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ബ്രൗസർ ക്ലോസ് ചെയ്യുക. വീണ്ടും ബ്രൗസർ മൊത്തം ടോട്ടലി ക്ലോസ് ചെയ്യുക. വീണ്ടും ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ഡൗൺലോഡിന്റെ ആ ചിഹ്നം അവിടെ വരുന്നുണ്ടോ നോക്കുക. നിങ്ങൾ ഈ റിയൽ പ്ലെയർ പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നിങ്ങളുടെ പി സിയിൽ റിയൽ പ്ലെയർ അതിന്റെ ആ റിയൽ പ്ലെയറിന്റെ എന്താണ് ആ ഡൗൺലോഡ് ഓപ്ഷനൊക്കെ അടക്കമുള്ളത് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പിന്നെ ചോദിക്കൂട്ടോ. നിങ്ങളിപ്പോൾ റിയൽ പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഈ ഓട്ടോമാറ്റിക് റിയൽ പ്ലെയർ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ ഇനേബിൾ ആക്കി വെക്കണം. അത് ചെക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യാവും. എന്നാലേ ഇതിന്റെ ആഡ് ഓൺസ് ഇതിലേക്ക് ഡൗൺലോഡ് ആവും. അല്ലെങ്കിൽ മാനുവലായിട്ട് വേറെ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ഇതിന്റെ റിയൽ പ്ലെയർ ആഡ് ഓൺസ് ഇതിന്റെ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ. ഇനി ഗൂഗിൾ ക്രോമിലാ പറയണ്ടേ. ഗൂഗിൾ ക്രോമിൽ ഇതേ ഓപ്ഷൻ തന്നെ. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ദെൻ പിന്നെ ഈ ഏറ്റവും എൻഡില് വലത്ത് ഭാഗത്ത് ഏറ്റവും പോലെ ക്ലോസിന്റെ താഴെ കാണുന്ന ആ ലൈന് ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇതിന്റെ ഓപ്ഷൻസ്. അവിടെ നിങ്ങൾ ഒരു മിനിറ്റ് ടൂൾസ് എടുക്കുക. ഈ ടൂൾസിൽ എക്സ്റ്റൻഷൻസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ക്യാമറയിൽ കാണിക്കുന്നുണ്ടാവും നോക്കിയാൽ മതി. ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഇതിൽ കാണും റിയൽ ഡൗൺലോഡർ എന്ന് പറയുന്ന ഈ ആഡ് ഓൺസ് ഇവിടെ കാണാം. അല്ലെങ്കിൽ ഈ എക്സ്റ്റൻഷൻ ഇവിടെ കാണാം. അത് നിങ്ങൾ ഇവിടെ ഈ ഇനേബിൾ എന്ന് പറയുന്ന ബോക്സ് ചെക്ക് ഇട്ട് വെക്കുക. അതായത് ഇനേബിൾ ആക്കി വെക്കുക. ഇനേബിൾ ആക്കി വെച്ചാൽ പിന്നെ ഈ ബ്രൗസർ ഒന്ന് ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്ത് നിങ്ങൾ യൂട്യൂബോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ മറ്റെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ, അതായത് ഫേസ്ബുക്കിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ഈ ഫേസ്ബുക്കിലാണെങ്കിൽ ഈ പ്രശ്നം വരാറുള്ളത് പലപ്പോഴും. അത് അവിടെ അടിച്ചിട്ടുണ്ട്. നിങ്ങളെ SGV ടെസ്റ്റ് ദ ബെസ്റ്റ് എന്ന ഐഡിയുള്ള സുഹൃത്ത് പിന്നെ അവിടെ അതിന്റെ ഓപ്ഷന്റെ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അടിച്ചിട്ടുണ്ടാവും. നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക.
അപ്പൊ സാധാരണ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഒരു ഫയല് ഡയറക്റ്റ് നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ഒരു പ്ലേ ചെയ്താൽ ഇപ്പൊ സാധാരണ യൂട്യൂബിൽ എവിടെയാണ് ഈ ഫയലും തപ്പി നടക്കേണ്ട. ഉദാഹരണത്തിന് നമുക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ഫയല് ഈ ഫേസ്ബുക്ക് കണ്ടു, അത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ അതിന്റെ ഈ ലിങ്ക് എവിടെയാണ്, ഇത് എവിടെ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതെന്ന് തിരഞ്ഞു നടക്കണ്ട, ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്കൈപ്പിന്റെ എന്തോ ഇത് പറയുന്നുണ്ട്, അത് ഞാനൊന്ന് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായിട്ടില്ല, ഏതായാലും അത് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതൊരു വിഷയം. അത് കഴിഞ്ഞല്ലോ, ഇനി ആർക്കോ വേണോ? അതുപോലെ എന്താ എന്താ ID കൊക്കാട ആസീസോ? കൊക്കാട ആസീസിന് ഇനിയും പറയണോന്നാ? അത് വരും. അത് നിങ്ങൾക്ക് പിന്നെ ഇതൊന്ന് വർക്ക് നിങ്ങൾക്ക് പറയണോ, വീണ്ടും പറയണോ? കൊക്കാട ആസീസ് രണ്ടിലും വരും. ഈ റിയൽ പ്ലെയർ ഡൗൺലോഡർ ഡീഫോൾട്ട് ആയിട്ട് ഇതിൽ പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻ ചെയ്താൽ നിങ്ങൾ ഈ ഡൗൺലോഡ് ആവാത്ത ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. എക്സ്പ്ലോററിൽ വേണമെങ്കിൽ അസീസിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം, ഒറ്റ പ്രാവശ്യം ലാസ്റ്റ് കേട്ടോ, ഒന്നുകൂടെ നോക്കാം. എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുക, ഇതിന്റെ സെറ്റിംഗ്സ്, മാനേജ് ആഡ് ഓൺസ്, താഴെ റിയൽ നെറ്റ്വർക്ക്, അവിടെ ഉണ്ടാവും റിയൽ നെറ്റ്വർക്ക് ഡൗൺലോഡ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. പിന്നെ റെക്കോർഡ് പ്ലഗിൻ ഫോർ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അത് ഇനേബിൾ ആക്കി വെക്കുക. ഈ ആഡ് ഓൺസ് വിൻഡോ ക്ലോസ് ചെയ്യുക, ഈ എക്സ്പ്ലോറർ ക്ലോസ് ചെയ്യുക, വീണ്ടും ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഫയൽ ഏതാണോ, നിങ്ങൾക്ക് എവിടെയാണോ ഓപ്പൺ ചെയ്യേണ്ടത്, യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിൽ ഏത് ഫയലാണോ ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആ ബ്രൗസർ മൗസ് അവിടെ വെച്ച് നോക്കിയാൽ മേലെ സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും റിയൽ പ്ലെയർ ഈ ഫയൽ ഡൗൺലോഡ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇത് കാണാൻ പറ്റും, ഒരു ഐക്കൺ. പിന്നെ നേരത്തെ റഷീദ് പേരാമ്പ്ര എന്ന് പറഞ്ഞ ഉസ്താദ് പറഞ്ഞു നേരത്തെ, അദ്ദേഹത്തിന് വേറൊരു സംശയം ഉണ്ടായിരുന്നു. റെക്കോർഡർ അദ്ദേഹത്തിന്റെ PC യിലുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുമ്പം ഈ റെക്കോർഡ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞു. അതല്ലേ രണ്ടാമത്തെ പ്രശ്നങ്ങളെ? റെക്കോർഡർ ഉണ്ട് PC യിൽ, പക്ഷെ റെക്കോർഡ് ക്ലിയർ അല്ല. ഏതാ നിങ്ങൾ റെക്കോർഡർ ഉപയോഗിക്കുന്നതെന്നൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. HIQ റെക്കോർഡർ ആണോ? നമ്മൾ നേരത്തെ ഒരു EC റെക്കോർഡർ പറഞ്ഞു കൊടുത്തിരുന്നു. HIQ റെക്കോർഡർ ഒരുപാടുണ്ട് കേട്ടോ. സൊണാർക്ക, പിന്നെ വേവ് പാഡ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് റെക്കോർഡർ ഉണ്ട്. എനിക്ക് പേര് അറിയുന്നത് 100,000 റെക്കോർഡറുകൾ ഇപ്പൊ ഈ ഇതിൽ തന്നെ കിട്ടും, ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഈ നിങ്ങൾ ഉപയോഗിക്കുന്ന റെക്കോർഡർ ഏതാ? സൊണാർക്കാണ് അല്ലെ? സൊണാർക്ക HIQ ഏതാണെങ്കിലും നിങ്ങൾ ഈ സാധാരണ വിൻഡോസ് XP ആണോ വിൻഡോസ് 7 ആണോ ഉപയോഗിക്കുന്നത്? വിൻഡോസ് XP ആണോ 7 ആണോ? നിങ്ങളെ PC യിൽ OS വിൻഡോസ് 7 ആണെങ്കിൽ ഈ ഓപ്ഷൻ ഒന്ന് നോക്കുക. നിങ്ങൾ റെക്കോർഡർ ഒക്കെ ക്ലിയർ ആണ്, അതിലുള്ള സ്റ്റീരിയോ മിക്സ് ഒക്കെ ഇനേബിൾ ആക്കി റെക്കോർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കാണിക്കുന്ന ഈ ഓപ്ഷൻസ് റെക്കോർഡിംഗ് കൺട്രോൾ, നമ്മളെ ഈ ബൈലക്സിന്റെ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിന്റെ ഏറ്റവും താഴെ കാണുന്ന റെക്കോർഡിംഗ് സെറ്റിംഗ്സിലെ റെക്കോർഡിംഗ് കൺട്രോൾ, അത് ഓപ്പൺ ചെയ്യാം. അവിടെ നിങ്ങളെ സ്റ്റീരിയോ മിക്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരിക. ഈ സ്റ്റീരിയോ മിക്സ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ചെയ്തിട്ട് താഴെ പ്രോപ്പർട്ടീസ് എടുക്കുക, രണ്ടും ചെയ്യാം. അതിനുശേഷം അതിന്റെ ലെവൽ എടുക്കുക. ലെവൽ ഈ സ്റ്റീരിയോ മിക്സിന്റെ ഈ വോളിയം ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ 100 നേരെ 50-ഒക്കെ മേലെ 100-ലൊക്കെ എത്തിയിട്ട് കാണും. അതൊന്ന് കുറച്ച് വെക്കുക. അതില്ലാതെ വെക്കൂലല്ലോ. സ്റ്റീരിയോ മിക്സ് നിങ്ങളെ PC തന്നെ അല്ല, അപ്പൊ ആദ്യം സ്റ്റീരിയോ മിക്സ് ഇല്ല, അതാ പ്രശ്നം. ആ പ്രശ്നമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ സ്റ്റീരിയോ മിക്സ് നിങ്ങളെ ഇപ്പൊ നേരത്തെ MPLനോട് ചോദിച്ചാൽ അറിയാം, മിക്കവാറും എല്ലാ PC യിലും എല്ലാ സൗണ്ട് ഡ്രൈവിലും ഏതോ 1-2 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സൗണ്ട് കാർഡിലും സ്റ്റീരിയോ മിക്സ് സപ്പോർട്ടഡ് ആണത്. നിങ്ങൾക്ക് സൈറ്റിൽ പോയിട്ട് അതിന്റെ ഫുൾ വെർഷൻ സൗണ്ട് കാർഡ് ഡൗൺലോഡ് ചെയ്താൽ അത് കിട്ടുമെന്ന് MPL നേരത്തെ പറഞ്ഞിരുന്നു. ഡെല്ല് 5110 ഡെല്ലിന്റെ അതിന്റെ PC മോഡൽ കിട്ടിയൊന്നും കാര്യമില്ല. അതിൽ ഏതാണ് സൗണ്ട് കാർഡ് നോക്കണം. നിങ്ങൾ സൗണ്ട് കാർഡ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അത് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാർഡ് ഫുൾ വെർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കപ്പെടും, സ്റ്റീരിയോ മിക്സ് ഇല്ലാതെ. അതായത് ഇപ്പതാ
നമ്മുടെ കമ്പ്യൂട്ടറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മൈ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് കാണുന്ന ഐക്കണിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക. അതിനുശേഷം ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്യുക. ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇതിലുള്ള ഡ്രൈവറുകൾ, ഇതിലെന്തെങ്കിലും ഉള്ള സംഗതികളൊക്കെ കാണാൻ പറ്റും. ഇതിൽ സൗണ്ട് വീഡിയോ ആൻഡ് ഗെയിം കൺട്രോളേഴ്സ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കിയാൽ മതി. ഇതിലുള്ള സൗണ്ട് ഡ്രൈവർ റിയൽടെക് ഹൈ ഡെഫിനിഷൻ ഓഡിയോ കണ്ടോ, ഈ സെലക്ട് ചെയ്ത് വെച്ച ഈ സാധനം ക്യാമറയിൽ നോക്കിയാൽ എന്താ ചെയ്തതെന്ന് കാണാൻ പറ്റും. ഇത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഇതിന്റെ ഫുൾ വെർഷൻ ഇതിന്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഈ പി സിയുടെ സൈറ്റിൽ പോവുക, അല്ല ലാപ്പിന്റെ സൈറ്റിൽ HP ആണെങ്കിൽ HP.com പോവുക, ഡെൽ ആണ് Dell.com പോവുക. അതിൽ ഇതിന്റെ മോഡൽ കൊടുക്കുക. ആ മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒറിജിനൽ വെർഷൻ സൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇൻസ്റ്റാൾ ആയി കിടക്കുന്ന ഇവിടെ ഈ ഇതിൽ കാണിക്കുന്നത് പോലെ ഈ സ്റ്റീരിയോ മിക്സ് എന്ന് പറയുന്ന ഈ സാധനം ഇവിടെ കാണും. സോറി കേട്ടോ. പിന്നെ അപ്പോ അതില്ലാത്തവര് പിന്നെ സാധാരണ നേരത്തെ നമ്മളൊരു ഓപ്ഷൻ പറഞ്ഞിരുന്നു, സ്റ്റീരിയോ മിക്സ് ഇതിന്റെ ബ്ലാങ്ക് സ്പേസിൽ ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഷോ ഡിസേബിൾഡ് ഡിവൈസ് ഈ കാണിക്കുന്നത് പോലെ സ്റ്റീരിയോ മിക്സ് കാണാത്തവരൊന്ന് ബ്ലാങ്ക് സ്പേസിൽ ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷോ ഡിസേബിൾഡ് ഡിവൈസ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തുക. ആദ്യം ഈ കാണിക്കുന്നത് പോലെ ടെക്ക് ചെയ്തതാണോ എന്ന് ഉറപ്പ് വരുത്തുക. ടിക്ക് ചെയ്താണെങ്കിൽ ഇതിൽ സ്റ്റീരിയോ മിക്സ് ഇതിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കൂല. അതുകൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞാൽ ഇത് സൗണ്ട് കാർഡ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം. മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ക്യാമറ നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്ക് എന്താ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. പ്രോപ്പർട്ടീസ്, ഡിവൈസ് മാനേജർ, ഇവിടെ സൗണ്ട് വീഡിയോ ആൻഡ് ഗെയിം കൺട്രോളേഴ്സ്, അത് അവിടെ ക്ലിക്ക് ചെയ്താൽ താഴെ കാണാൻ പറ്റും റിയൽടെക് ഹൈ ഡെഫിനിഷൻ ഓഡിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലുള്ള സൗണ്ട് ഡ്രൈവർ ഇതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആ രണ്ട് കാര്യമാണ്. അപ്പോ റഷീദ് പേരാമ്പ്ര എന്ന ഐഡിയൽ ഉസ്താദ്, റഷീദ് ഉസ്താദ് എന്ത് ചെയ്യുക, അതൊന്ന് പരിശോധിച്ച് നോക്കുക. ഇതിൽ ആൾറെഡി സ്റ്റീരിയോ മിക്സ് ഡ്രൈവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ പറയുന്ന സെറ്റിംഗ്സ് റെക്കോർഡിംഗ് കൺട്രോളിൽ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ബ്ലാങ്ക് സ്പേസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോ ഡിസേബിൾഡ് ഡിവൈസ് എന്ന് അത് ചെക്കിട്ടതാണെങ്കിൽ അല്ലെങ്കിൽ അത് ചെക്കിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലുണ്ടെങ്കിൽ അത് ഡിസേബിൾ ആയിട്ട് വരും, ഹൈഡ് ആയിട്ട് വരും. അത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇനേബിൾ ആക്കുക, അതിനുശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് പരിശോധിച്ച് നോക്കുക. പിന്നെ ഈ സൗണ്ട് റെക്കോർഡിംഗ് ക്ലിയർ ഇല്ലാത്തവർ എപ്പോഴും നമ്മളെ ഈ ഇതിന്റെ എന്ത് നോക്കണം എന്നറിയോ, നിങ്ങളെ പി സിയിലുള്ള ഇതിന്റെ സൗണ്ട് സെറ്റിംഗ്സ് പോയിട്ട് അതിന്റെ ബൂസ്റ്റ് പിന്നെ സാധാരണ ഉള്ളതിലും കൂടുതൽ ഒരു മിനിറ്റ് ഞാൻ വിൻഡോസ് XPയിൽ ഒന്ന് പറഞ്ഞുതരാം. സ്റ്റീരിയോ മിക്സിന്റെ ആ വോളിയം കൺട്രോൾ ഉണ്ടാവില്ല, നിങ്ങൾ വിൻഡോസ് XPയിൽ സാധാരണ സ്റ്റീരിയോ മിക്സിന്റെ വോളിയം കൺട്രോള് ഒന്ന് ഏറെക്കുറെ താഴെ വെച്ചാൽ മതി. മിക്ക പി സിയിലും നല്ല കൂടുതൽ ഈ താഴെന്ന് മേലേക്ക് കയറുന്നതിനനുസരിച്ച് ഇതിന്റെ സൗണ്ടിന് പ്രശ്നങ്ങൾ കൊടുക്കും, സൗണ്ട് കംപ്ലൈന്റ് വരും, നിങ്ങളുടെ റെക്കോർഡ് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യില്ല. 1-2 ടെസ്റ്റ് റെക്കോർഡ് നിങ്ങൾ ചെയ്തു നോക്കിയതിന് ശേഷം ചെയ്താൽ മതി. ബാക്കിയുള്ള എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പ്രോഗ്രാംസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ടെസ്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക, നിങ്ങൾ ചെയ്തത് ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ചെയ്തതിന് ശേഷം നിങ്ങൾ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. 1-2 പ്രാവശ്യം ഒന്ന് താഴേക്കും മേലേക്കും ഒക്കെ അതിന്റെ വോളിയം കൺട്രോൾ ഒന്ന് മാറ്റം വരുത്തിയിട്ട് ചെയ്താൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ അതൊക്കെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ആരടുത്തും കൊണ്ടുപോകേണ്ട കാര്യമില്ല. പിന്നെ എന്ത് ഫോൾഡർ നെയിമാ കാണുന്നത്, എന്ത് ഫോൾഡർ നെയിമാ മനസ്സിലായില്ല. ഞാൻ ഉസ്താദൊന്നും അല്ലോട്ടെ, ഇയാൾ ഇന്നെ ഉസ്താദെന്ന് വിളിക്കുന്നത്. ഫോൾഡർ നെയിം കാണുന്നോന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് മനസ്സിലായില്ല. ഓക്കെ ഞാൻ മൈക്കോട്ട് തൽക്കാലം. ഹലോ, അസ്സലാമു അലൈക്കും. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഹലോ,
അസ്സലാമു അലൈക്കും. സൗണ്ട് കേൾക്കുന്നുണ്ട്? ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ബൈലക്സിൽ ഏതെങ്കിലും ക്ലിപ്പോ വീഡിയോ പ്ലേ ചെയ്യിക്കുക എന്നതാണ്. പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു ഉസ്താദ്മാർ. ഓക്കെ, മൈക്ക് പ്ലീസ്. പ്ലേ ചെയ്യാന്ന് പറഞ്ഞേ. ഒരു മിനിറ്റ്, ഞാൻ ആദ്യം ഇത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ബെറ്റർ ഈ ക്യാമറ ഓൺ ആക്കി വെക്കുന്നതായിരിക്കും. എന്നാ പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായിട്ടോ. എന്താണ് നേരത്തെ ആ സുഹൃത്ത് പബ്ലിക്കിൽ അടിച്ച കാര്യം എന്താന്ന് മനസ്സിലായി. താങ്ക് യു, ഞാനത് മറന്നുപോയതാണ്. അപ്പൊ ഏതായാലും പിന്നെ ഓക്കെ, താങ്ക്സ്. ഞാൻ ഉസ്താദൊന്നും അല്ല കേട്ടോ, ഞാൻ സാധാരണ SSFന്റെ പ്രവർത്തകനാണ്. ഇതാ ഈ ക്യാമറയെ കാണുന്ന SSF, SYS ഇതൊക്കെ നമ്മളെ സംഘടന, പിന്നെ നമ്മളെ സുന്നി ഗ്ലോബൽ വോയിസും. ഏതായാലും പിന്നെ ഇതിലെന്താ നിങ്ങൾക്ക് ഇതിലുള്ള പരിപാടികൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോറി, എങ്ങനെയാണ് പ്ലേ ചെയ്യിക്കാന്നാ ചോദിച്ചേ? എങ്ങനെയാണ് നിങ്ങളെ ഈ ബൈലക്സിൽ പ്രോഗ്രാം അതല്ല ചോദിച്ചേ? എന്താ ചോദിച്ചാ അദ്ദേഹം? ഞാൻ അതിന്റെ അടുക്ക് അദ്ദേഹം കുറച്ച് ഫയൽസിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതൊന്ന് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്താണെന്ന് അറിയാം, വേറെ ലൊക്കേഷനിലേക്ക് മാറ്റിയാണ്. ഇതിലെങ്ങനെ പ്ലേ ചെയ്യാന്നല്ലേ? ഓക്കെ ഓക്കെ. അത് നേരത്തെ പറഞ്ഞിരുന്നു നമ്മള്. സാധാരണ ഇതിന് സ്റ്റീരിയോമിക്സ് നമ്മുടെ കമ്പ്യൂട്ടറിൽ വേണം. സ്റ്റീരിയോമിക്സ് നമ്മുടെ PC-യിൽ നിർബന്ധമാണ്. ഈ ഫയല് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കമ്പ്യൂട്ടറിലെ PC-യിൽ ഓഡിയോ സൗണ്ട് മറ്റുള്ള ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ PC-യിൽ നിർബന്ധമായിട്ടും വേണ്ടിയ ഒരു സംഭവമാണ് സ്റ്റീരിയോമിക്സ്. ഈ സ്റ്റീരിയോമിക്സ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് ഈ ഫയല് പ്ലേ ചെയ്യാൻ പറ്റൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ടതാണ് ക്യാമറ ശ്രദ്ധിക്കുക. സ്റ്റീരിയോമിക്സ് ഉണ്ടെങ്കിൽ ഈ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിന്റെ താഴെ നിങ്ങൾ കാണുന്ന റൈറ്റ് സൈഡ് ഏറ്റവും താഴെ ബോട്ടം സൈഡ്, അതില് മൈക്കിന്റെ ചിഹ്നതാ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ച ഈ സ്ഥലം. ഒരു സെക്കൻഡ്, ഇത് കാണിച്ചു കൊടുത്താൽ എളുപ്പം പരിപാടി ചെയ്യും. പിന്നെ ആളുകൾക്ക് ഇത് എങ്ങനെ ചെയ്യുന്ന അറിയണ്ട്. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഈ ചിഹ്നത്തിൽ. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇത് വിൻഡോ മുഴുവനായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ചെറിയ സ്ക്രീൻ അല്ലേ. അപ്പൊ അതിൽ ഈ കാണുന്ന സൗണ്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ വിൻഡോ വരും. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാണുന്ന സാധനം സ്റ്റീരിയോമിക്സ്. ഈ സ്റ്റീരിയോമിക്സ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം സെറ്റ് ഡീഫോൾട്ട് ഡിവൈസ്, ഈ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത് എന്തായി, നിങ്ങൾ ഈ സൗണ്ട് ഇപ്പൊ മൈക്രോഫോണിലാണ് നിങ്ങളിപ്പോ ഇവിടെ കാണുന്നില്ലേ, ഈ മൈക്കിന്റെ ചിഹ്നം ഇങ്ങനെ സ്റ്റാറ്റസ് ഈ സൈഡിൽ നോക്കിയാൽ കാണാം. നമ്മളിപ്പോ സംസാരിക്കുന്നതിന്റെ ആ അടയാളം ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, അതിന്റെ സ്റ്റാറ്റസ്. അപ്പൊ അതിന്റെ തൊട്ട് താഴെ സ്റ്റീരിയോമിക്സിൽ ഒന്നും കാണുന്നില്ല. നേരെ മറിച്ച് സെറ്റ് ഡീഫോൾട്ട് സ്റ്റീരിയോമിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റീരിയോമിക്സിന്റെ സ്റ്റാറ്റസ് അതിന് വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളെ ഈ PC-യിലുള്ള സൗണ്ട് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ റെഡിയാക്കി. ഇത് സെറ്റ് ഡീഫോൾട്ട് ആക്കി ഓക്കെ അടിക്കുക. ദെൻ നിങ്ങൾ പിന്നെ ഉദ്ദേശിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യുക, പ്ലേ ചെയ്യുക, മൈക്ക് എടുക്കുക, പ്ലേ ചെയ്യുക, അത്ര മാത്രം, വേറൊന്നുമില്ല. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് സ്റ്റീരിയോമിക്സ് നമ്മളെ PC-യിൽ മസ്റ്റ് ആണ്. ഞാൻ മൈക്ക് വിട്ടു. ഹലോ, എന്റെ സൗണ്ട് പോയോ? എന്റെ സൗണ്ട് കേട്ടില്ലായിരുന്നു അല്ലേ? അതിന്റെ അടുക്ക് വേറെന്തോ കുരുത്തക്കേട് ഇവിടെ കളിച്ചിരുന്നതാ. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണല്ലേ? അപ്പൊ ഈ സ്റ്റീരിയോമിക്സ് നിങ്ങളെ ഈ സൗണ്ട് ഇതിന്റെ കൂടെ വരുന്ന സാധനമാണ്. നിങ്ങളെ സൗണ്ട് കാർഡിൽ വരുന്ന ഒരു ഒരു സോഫ്റ്റ്വെയർ ആണ്. സൗണ്ടിന്റെ ഒരു പാർട്ടാണത്, വേറൊരു പാർട്ടാണത്. അതൊരു ഓപ്ഷനാണ്. അത് ഓപ്ഷൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഭവമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർക്കൊന്നും അതിന്റെ പ്രത്യേകിച്ച് എന്താ ഉപയോഗം എന്ന് അറിയില്ല. കാരണം ഈ പ്രത്യേകിച്ച് ഇതില് ഈ വകുപ്പ് സംഗതികൾ മാത്രം ചെയ്യുന്നതിനെ ഇത് ഉപകാരപ്പെടും. ഒന്ന്, നമ്മളെ PC-യുള്ള സൗണ്ട് ഈ പറയുന്ന സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിലൊക്കെ സാധാരണ നമ്മുടെ ഉസ്താദ്മാർ അബൂറഫൊക്കെ താഴ്ന്ന കാണുന്ന നമ്മൾ അബൂറഫൊക്കെ സാറിന് പ്ലേ ചെയ്യാറുണ്ടല്ലോ. ഓരോ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ പറയുമ്പോൾ ആ PC-യിൽ പ്ലേ ചെയ്യുന്ന ക്ലിപ്പ് നമുക്ക് കേൾക്കണമെങ്കിൽ ഇത് കമ്പ്യൂട്ടറിന് ഉള്ളിലുള്ള സൗണ്ട്, ഇന്റേണൽ സൗണ്ട് പുറത്ത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പൊ അത് സാധാരണ സൗണ്ട് കാർഡിന്റെ കൂടെ വരുന്നതാണ്. നോർമൽ ആയിട്ട് അത് എന്തുണ്ടാവില്ല, ഈ ബേസിക് സൗണ്ട് കാർഡ് ഡ്രൈവറിലൊന്നും അത് ഉണ്ടാവില്ല. എല്ലാത്തിലും കിട്ടും. ഈ പറഞ്ഞ റിയൽ ഡൗൺലോഡ് എല്ലാ ബ്രൗസറിലും കിട്ടും. അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഏതായാലും അത് ഉണ്ടായാലേ ഈ പറയുന്ന സംഗതികളൊക്കെ വർക്ക് ചെയ്യും. ഞാൻ വയ്ക്കും.
അസ്സലാമലൈക്കും. ജാറങ്ങണ്ടി സാഹിബിനോടൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഒരുപാട് ആൾക്കാർ ടെക്സ്റ്റ് അടിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, സ്റ്റീരിയോമിക്സ് ആക്കുന്നത് ഡൗൺലോഡ് ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്ന അറിയില്ല എന്നുള്ളത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊണ്ട് മാർഗം ഒന്ന് പറഞ്ഞു കൊടുത്താൽ സുഖമായിരുന്നു. ഹലോ, സൗണ്ട് ക്ലിയർ അല്ലേ? സ്റ്റീരിയോമിക്സ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാ ചോദിച്ചേ? സ്റ്റീരിയോമിക്സ് ഇതിന്റെ സൗണ്ട് കാർഡിന്റെ ഡ്രൈവറിന്റെ ഫുൾ വെർഷൻ നിങ്ങളെ പി സിയിലുള്ള സൗണ്ട് കാർഡ് ഏതാണെന്ന് ആദ്യം നോക്കുക. അതിനുശേഷം ഈ സൗണ്ട് കാർഡ് ലാപ്ടോപ്പിലാണല്ലേ, എച്ച് പിയിലാണെങ്കിൽ എച്ച് പിന്റെ സൈറ്റിൽ പോവുക, നിങ്ങൾ ഈ സിസ്റ്റത്തിന്റെ മോഡൽ നമ്പർ കൊടുക്കുക, ഈ മോഡൽ നമ്പർ സെർച്ച് ചെയ്യുന്നിടത്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളെ ലാപ്ടോപ്പിന്റെ ഈ കാണുന്ന ലാപ്ടോപ്പിന്റെ ചിഹ്നം അതിൽ കാണിക്കും. എന്നിട്ട് അതിൽ പോയിട്ട് നിങ്ങളെ ഏത് സൗണ്ട് കാർഡാണോ ഇതിൽ ഇൻസ്റ്റാൾഡ് ആയി കിടക്കുന്നത് അതിന്റെ ഫുൾ വെർഷൻ എന്ത് ചെയ്യുക, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ ഈ പറയുന്ന സംഭവങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ വരും. ഈ പറയുന്ന ഡ്രൈവർ, അല്ലെങ്കിൽ ഇപ്പൊ വിൻഡോസ് ഒറിജിനൽ വിൻഡോസ് ആണെങ്കിൽ നിങ്ങളതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഈ സൗണ്ട് കാർഡ് അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റീരിയോ മിക്സ് ഇതിലേക്ക് വരും നോർമലി. പിന്നെ വേറൊരു സംഭവങ്ങളുണ്ട്, ഡ്രൈവർ മാക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഒരു എളുപ്പവഴിയാണ് ഡ്രൈവർ മാക്സ്. ഒരു പക്ഷെ ഇവിടെ പറഞ്ഞു കാണും. ലൈവ് സമയമാകുമ്പോ കൈവക്കിക്കോളി കേട്ടോ. ഡ്രൈവർ മാക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ ആണത്. അത് എന്തിനുള്ളതെന്ന് വെച്ചാല് അതില് നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈവർ ഡെയിലി 2 ഡ്രൈവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനില്ല ഈ ഡ്രൈവർ മാക്സ് ഉപയോഗിച്ചുകൊണ്ട്. ഈ ഡ്രൈവർ മാക്സ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലൊരു ID ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളെ ഇമെയിൽ പാസ്വേഡ് കൊടുത്തൊരു ID ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ ഡെയിലി 2 അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും ഈ ഡ്രൈവർ മാക്സ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സ്റ്റീരിയോ മിക്സ് ഇല്ലാത്ത ആളുകൾ നോർമലി ഉള്ള ഡ്രൈവറുകളെ കയ്യിൽ നിന്ന് അങ്ങനെ എടുക്കാറുണ്ട്. അതുകൊണ്ട് പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് നേരത്തെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് മൈൻഡിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. എന്തെങ്കിലും ചെയ്തിട്ട് കൊള ആവാതിരിക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത്. ഏതായാലും ഞാൻ വൈക്കോട്ടെ. നിങ്ങളാരെന്താ കേട്ടിരുന്നോ? ഞാനൊന്നും കേട്ടില്ല. ഹലോ, നിങ്ങളാരെന്തെങ്കിലും കേട്ടിരുന്നോ? ഇല്ല, ഞാൻ കേട്ടില്ല ഒന്നും. സാക്കിർമോൻ ടെക്സ്റ്റ് ഡോട്ട് എന്തിനാന്ന് അറിയില്ല. ഒരു മിനിറ്റ് ഒന്ന് ഒഴിവാക്കി കൊടുക്കട്ടെ. ഇവർക്കൊക്കെ എന്താ പ്രശ്നം? സാക്കിർമോന് പ്രവാസിയൊക്കെ കേൾക്കുന്നുണ്ടോ? സാക്കിർമോൻ കേൾക്കുന്നുണ്ടോ? സാക്കിർമോൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞതൊന്നും ഇവിടെ കേട്ടിരുന്നില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ലൈവ് വരാനുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, റേഡിയോ ശ്രോതാക്കൾ. പിന്നെ ഇന്ന് അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം, സിദ്ദീഖ് സഖാഫി അരിയൂർ, കോട്ടോപ്പാടത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ലൈവ് വരാനുണ്ട്. അത് പ്രത്യേകം നമ്മുടെ റേഡിയോ ശ്രോതാക്കളൊക്കെ ശ്രദ്ധിക്കുക. പരമാവധി നമ്മുടെ ഐഡികളെ നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ മൈക്ക് വിട്ടു. അതിപ്പോ കുറച്ചുകൂടി കഴിഞ്ഞാൽ വരും ഇൻഷാ അല്ലാഹ്. അതുവരെ നമുക്കിങ്ങനെ താഴെ വാടാനപ്പള്ളി ഉസ്താദൊക്കെ ഉണ്ട്. നമ്മുടെ ക്ലാസ് IT ക്ലാസിന്റെ സാധാരണയുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാറങ്ങണ്ട് വിൻഡോസ് 7 ഞാൻ മൈക്ക് എടുത്തു കഴിഞ്ഞാൽ മൈക്ക് കട്ട് തന്നെ. ഇപ്പൊ ഞാൻ മൈക്ക് എടുത്തോണ്ടിരിക്കുന്നത് വിൻഡോസ് XP-ലാണ്. ഇതില് മൈക്ക് കട്ടാവുന്നില്ല. രണ്ടും ഒരേ സെയിം നെറ്റാണ്. അതെന്തായിരിക്കും? ഞാൻ മൈക്ക് വിടാം. വിൻഡോസ് 7 ബൈലക്സിൽ മൈക്ക് എടുക്കുമ്പോൾ കട്ടാവുന്ന പറഞ്ഞത്. ബൈലക്സിൽ മൈക്ക് എടുക്കുമ്പോൾ കട്ടാവുന്നാണ് പറഞ്ഞത്. അതെ, അത് മെസ്സഞ്ചർ മെയിൻ വിൻഡോ, നമ്മുടെ ബൈലക്സ് മെസ്സഞ്ചറിന്റെ മെയിൻ വിൻഡോ, അതില് പ്രിഫറൻസ്, അവിടെ ഓഡിയോ സെറ്റപ്പ്, പിന്നെ നെക്സ്റ്റ് ഓഡിയോ സെറ്റപ്പ്, അതിന്റെ സ്പീക്കേഴ്സ് ആൻഡ് മൈക്രോഫോൺ, അത് രണ്ടും നിങ്ങൾ ഈ പ്രൈമറി സൗണ്ട് ഡ്രൈവർ അത്
അതിലേക്ക് ആക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്ത് ഓക്കെ അടിച്ചുകൊണ്ട് ബൈലക്സ് ഒന്ന് എക്സിറ്റ് അടിക്കുക, ബൈലക്സ് ഒന്ന് പുറത്തു പോവുക. അല്ല ലോഗൗട്ട് ചെയ്താൽ പോരാ, എക്സിറ്റ് അടിച്ച് പുറത്തു പോകണം. അതിനുശേഷം വീണ്ടും ലോഗിൻ ചെയ്യുക. എന്നിട്ട് മൈക്ക് എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ നോർമലി ഇങ്ങനെയാണ് വരാറുള്ളത്, അസ്കർ താഴെ ഉണ്ടാവും. ബൈലക്സിൽ ഈ മൈക്ക് പിന്നെ കട്ടായി പോകുന്നതിന്റെ പ്രധാന ഒരു പ്രശ്നം അതാണ്. പിന്നെ ഇതിലൊക്കെ വിൻഡോസ് 7 ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാല് സൗണ്ട് പ്രോബ്ലം വന്നാല്, ഇപ്പൊ സാധാരണ ഈ മൈക്ക് എടുത്തു നിങ്ങൾ സ്റ്റീരിയോ മിക്സ് മാറ്റി എന്തെങ്കിലും സൗണ്ട് സിസ്റ്റത്തിന്റെ സെറ്റിംഗ്സിന്റെ മുകളിൽ എന്തെങ്കിലും കളിച്ചാല് പിന്നെ മൈക്ക് എടുത്താൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ദിക്കർ ആരോ ഒരാൾ സംസാരിച്ച് വെച്ച് അവസാനത്തെ ഭാഗം ആ ദിക്കർ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അവസാന ഭാഗം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് എന്ത് ചെയ്താലും പോവില്ല. പിന്നെ അത് പോകാൻ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇത് മൊത്തം ഈ ബൈലക്സ് മെസ്സഞ്ചർ ഈ പറഞ്ഞ പോലെ എക്സിറ്റ് അടിച്ചിട്ട് പുറത്തു പോയിട്ട് വീണ്ടും തിരിച്ചു വരേണ്ടി വരും. ഈ വിൻഡോസ് 7 അങ്ങനെ പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളെ സൗണ്ട് നിങ്ങളെ ചെവി കൂടി തന്നെ റിപ്പീറ്റ് കേൾക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ സ്റ്റീരിയോ മിക്സ് സെറ്റ് ഡീഫോൾട്ട് ആക്കിയിട്ട്, പിന്നെ ഞാൻ നേരത്തെ മുമ്പൊരു ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മുടെ വെറുതെ ഇവിടുന്ന് നമ്മള് ക്ലാസ് അല്ല, നമ്മളെ ഈ അസ്കർ എടുക്കുന്ന ക്ലാസ് ആണ് ഇവിടെ ഔദ്യോഗിക ക്ലാസ്. ഞങ്ങള് സാധാരണ ഒരു ഒഴിവുള്ള സമയത്ത് എവിടോ ഒരു സമയത്ത് ഇത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അതായത് വിൻഡോസ് സ്റ്റീരിയോ മിക്സും മൈക്രോഫോണും രണ്ടും ഒരേ സമയം വർക്ക് ചെയ്യുന്ന ഓപ്ഷൻ. അത് വിൻഡോസ് 7 ചെയ്തു വെച്ചാൽ ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങൾ രണ്ട് പ്രശ്നം വരുമെന്ന്, നിങ്ങളെ സൗണ്ട് നിങ്ങൾ തന്നെ കേൾക്കൂ, റിപ്പീറ്റ് കേൾക്കൂ എന്നുള്ളൊരു പ്രശ്നം അത് വരും. കിട്ടും. അങ്ങനത്തെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ പറയുന്ന സംഗതി ചെയ്തു വെച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ സൗണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. സൗണ്ട് വോളിയം കുറക്കാനും കൂട്ടാനും മൈക്ക് എടുക്കാനും പ്ലേ ചെയ്യാനും എല്ലാത്തിനും പറ്റും. ഓക്കെ, ഞാൻ മൈക്കോട്ടും. ഹലോ അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. എന്റെ കമ്പ്യൂട്ടർ ഇടക്കിടക്ക് ഓഫായി പോകണം. എന്താ കാരണം എന്നൊരു അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇടക്കിടക്ക് ഓഫായി പോകണം ഓട്ടോമാറ്റിക്കായി. ലാപ്ടോപ്പ് ആണോ സുഹൃത്തെ? ഉസ്താദാണോന്ന് അറിയില്ല. പിന്നെ ലാപ്ടോപ്പ് ആണോ അതോ PC ആണോ? PC ഓർ ലാപ്ടോപ്പ്? എന്താ അദ്ദേഹം ആരെയും മൈക്ക് എടുത്ത ഇപ്പൊ? ഞാൻ വേറെന്തോന്നു. PC ആണല്ലോ അല്ലേ? സാധാരണ പിന്നെ നിങ്ങളെ ഈ ഓവർ ഹീറ്റ് എന്ന പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന്, ഇപ്പോ ഉദാഹരണത്തിന് നിങ്ങളെ ആരാണ് ഐക്കൺ അടിക്കുന്ന ആള്? നമ്മുടെ ക്ലാസ് റൂമിൽ ഐക്കൺ വിരോധിച്ചിട്ടുണ്ട്, അറിയില്ല എന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം. ഓവർ ഹീറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ ഈ കമ്പ്യൂട്ടർ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് എന്താന്ന് ആ കമ്പ്യൂട്ടർ നോക്കിയാലേ ഒരു ഓക്കെ, പ്രശ്നമല്ല, കുഴപ്പമില്ല, അത് പറയാൻ പറ്റൂ. അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാം. ഓവർ ഹീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ PC പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയി. ഇപ്പൊ ലാപ്ടോപ്പിലാണ് കൂടുതൽ അങ്ങനെ പ്രശ്നം വരാറുള്ളത്. അപ്പൊ ലാപ്ടോപ്പ് സാധാരണ പിന്നെ ഒരു പുറത്തുനിന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ല AC-ന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തണുപ്പിക്കുക. പിന്നെ വൈറസിന്റെ പ്രശ്നം ഉണ്ടാവാം, അത് പല പ്രശ്നം ഉണ്ടാവാം. അതെന്താണെന്നുള്ളതാ നിങ്ങളെ PC നോക്കിയാലേ പറയാൻ പറ്റുമെന്നാ തോന്നുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും MPL റീക്കോഡോ മറ്റോ താഴെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പൊ സാധാരണ നോർമൽ അങ്ങനെ വരാറില്ല. സാധാരണ നമ്മൾ ലാപ്ടോപ്പൊക്കെ പെട്ടെന്ന് ഹീറ്റ് കൂടി കഴിഞ്ഞാൽ, ഇതിന്റെ പ്രൊസസ്സറൊക്കെ കൂടി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഫ്രീ ആന്റിവൈറസ് ഒരുപാടുണ്ട്, പെട്ടെന്ന് ഇത് നമ്മളെ ഷട്ട് ഡൗൺ ആയി പോകും. അപ്പൊ പിന്നെ നമ്മൾ ഇത് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം, നല്ല 140 ഡിഗ്രി പനി പിടിച്ച ആൾക്കാരും ഈ നെറ്റിമ തൊട്ട പോലെ ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഒരു AC-ന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു കൂളിംഗ് ഫാൻ താഴെ ലാപ്ടോപ്പ് ആണെങ്കിൽ ഉപയോഗിച്ചാൽ ഏറെക്കുറെ ഒരു സമാധാനം ഉണ്ടാവും. പക്ഷെ അത് പിന്നെ ഒരു നല്ല ഇതിന് ഈ പറയുന്നത് പോലെ ഇതിന്റെ ഹീറ്റ് കുറക്കാനുള്ള ഒരു സംവിധാനം കൂളിംഗ് ഫാൻ കൊണ്ട് പ്രത്യേക ഫായത ഒന്നും കിട്ടൂല. എന്നാലും ഒരു ഏറെക്കുറെ അതുകൊണ്ട് ഒരു ഫായത ഉണ്ടാവും. ഞാൻ മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടാവില്ലേ? ഹലോ. പിന്നെ ഞാൻ നേരത്തെ ലിങ്ക് അടിച്ചിരുന്നു, മറ്റേ ഈ സ്കൈപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇപ്പൊ ഈ ഇതാ ഒരു ലിങ്ക് അടിക്കുന്നത്, ഇതുപോലെ എഴുതി കാണിക്കുക, ഓപ്പൺ ആകുന്നില്ല. അത് എന്താണെന്ന് നേരത്തെ മനസ്സിലായിട്ട് എന്താ അറിയില്ല, അതിനെപ്പറ്റി വിവരം കണ്ടില്ല.
വിവരം ഒന്ന് അറിഞ്ഞു കിട്ടിയ ഓക്കെ. അസ്സലാമു അലൈക്കും. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പ്രശ്നം എന്താന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. അത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ, ആ കൂട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഈ പറയുന്ന പ്രശ്നം നിങ്ങൾക്കാർക്കോ ഈ പ്രശ്നം ഫേസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഈ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്കൈപ്പ് ഈ പ്രോബ്ലം ഫേസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്, അതിന്റെ പ്രോബ്ലം എന്താണെന്ന് അറിയുന്നവരുണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതെനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, എനിക്ക് അത് മനസ്സിലായില്ല എന്താ സംഭവം. MPL ഇതാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഐഡിയ കിട്ടി ആരെങ്കിലും താഴെണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല, വീണ്ടും എന്തെങ്കിലും നമ്മളെ അറിവിനുള്ളിലുള്ള കാര്യങ്ങളാണ് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞുതരും. ഞാൻ വയ്ക്കും. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ മൈക്ക് കൊടുക്കുമ്പോ ഈ ഒരു ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? മൈക്ക് കൊടുക്കുമ്പോൾ മാത്രമുള്ളത്, സ്പീക്കറിൽ ഭയങ്കര എന്നുള്ള സൗണ്ട് വരുന്നു. ഒന്ന് പറഞ്ഞു തന്നിരിക്കില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. പിന്നെ സൗണ്ട് ഡിസ്റ്റർബ് അല്ലേ? സൗണ്ട് ഡിസ്റ്റർബ് പിന്നെ രണ്ട് വിധത്തിൽ വരാം. നിങ്ങളെ പിന്നെ ആ സുഹൃത്ത് കേൾക്കുന്നുണ്ടോ? CK ഗഫൂർ, വിൻഡോസ് 7 ആണോ? വിൻഡോസ് 7 ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പിന്നെ അത് രണ്ട് രീതിയിലൊന്നും, അതിന്റെ നിങ്ങൾ ഈ സൗണ്ടിന്റെ സെറ്റിംഗ്സ് എടുത്തിട്ട് വിൻഡോസ് XP എന്ന് പറയുന്നുണ്ട്, 7 എന്നും പറയുന്നുണ്ട്. വിൻഡോസ് 7 ആണ് ഈ പറഞ്ഞ സുഹൃത്തിന്റെ വിൻഡോസ് 7 ആണല്ലേ? വിൻഡോസ് 7 ആണെങ്കിൽ നിങ്ങൾ അതിന്റെ സൗണ്ട് സെറ്റിംഗ്സ് എടുത്തിട്ട് ആ സുഹൃത്തിന്റെ ഡോട്ട് ഒന്ന് മാറ്റി കൊടുക്കുക. ഒരു മിനിറ്റ് സുഹൃത്ത്, ഒരു മിനിറ്റ്. എന്താണ് അദ്ദേഹത്തിന്റെ ഈ ടെക്സ്റ്റ് മനസ്സിലായില്ല. മൈക്കിന് ഡോട്ടില്ലല്ലോ അങ്ങനെ സുഹൃത്തെ? ഇല്ല. ആ ഫോർമാറ്റ് ഇതൊന്ന് പറഞ്ഞാട്ടെ ഒരു മിനിറ്റ്. അപ്പൊ അതിന്റെ ഇതിന്റെ ബൂസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ആദ്യം. ഇപ്പൊ സാധാരണ ഒരു പ്രശ്നം വരാറുള്ളത്, നിങ്ങളിപ്പോ മൈക്ക് ഈ വയറ് പ്ലഗ് ഇൻ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളിപ്പോ സംസാരിക്കുന്നത് ലാപ്ടോപ്പ് മേല് ഈ ചാർജർ കണക്ട് ചെയ്തിട്ടാണോ? CK ഗഫൂർ എന്ന് പറഞ്ഞ സുഹൃത്തൊന്ന് ശ്രദ്ധിക്കുക. അല്ല, നോർമൽ ആയിട്ടാണല്ലേ? നോർമൽ ആയിട്ടാണെങ്കിൽ സാധാരണ PC ആണല്ലേ? PC ആണ്. PC ആണെങ്കിൽ പിന്നെ അതിൽ വയറുണ്ടാവുമല്ലോ. ലൈവ് തുടങ്ങിയോ? സ്വാദം പറഞ്ഞുകൊണ്ടിരിക്കുക. ലൈവ് തുടങ്ങിയ ഏത് സമയത്തും റൈസാൻഡ് ചെയ്യാട്ടോ. ലൈവ് തുടങ്ങിയ ഏത് സമയത്തും റൈസാൻഡ് ചെയ്യാം. ഓക്കെ. ഞാൻ മൈക്കൂട്ടും. ലൈവ് വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നമുക്ക് അതിന് ശേഷം മറ്റു ക്ലാസ്സുകളിൽ പറയാം. ഞാൻ മൈക്കൂട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.